ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് കോക്സ് ബസാർ ഇതാണ് നമ്മളുടെ അടുത്തത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പം ധാക്കയിൽ നിന്ന് വിട പറയാൻ പോവുക. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് നേരെ ചിറ്റഗോങ്ങിലേക്ക് പോവാണ്. ചിറ്റഗോങ്ങിലേക്ക് പിന്നെ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ട്, ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ എനിക്കിഷ്ടം ട്രെയിൻ സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിനിനാണ് പോകുന്നത്. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇവിടുത്തെ ധാക്കയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. കമലപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അങ്ങോട്ടേക്ക് പറയുക. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബംഗ്ലാദേശ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെയും പിന്നെ ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഞാൻ റൂമിൽ നിന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ. ഇതാണ് കമലപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഭാഗം. സമയം രാവിലെ 6:30 മണിയാണ്. ഇനി ടിക്കറ്റ് എടുക്കണം. 7 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നിരുന്നു. ഏകദേശം ഒരു 5.5 മണിക്കൂർ യാത്ര ഉണ്ട്. ഇതാണ് ടിക്കറ്റ് കൗണ്ടറുകൾ. ഇവിടെ ആൾക്കാർ വരിക്കുന്നുണ്ടല്ലേ. നമ്മൾ പിന്നെ റിസർവേഷൻ അല്ല, സീറ്റ് ഉള്ളതാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അകത്തേക്ക് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് പോരൂല. അപ്പോൾ ധാക്കയോട് ഇവിടെ പറയാണ് 450 ധാക്കയാണ് ഒരാൾക്ക് ചാർജ് ടിക്കറ്റ്. അപ്പോൾ ഇതാണ് അതിലേക്ക് പോകാനുള്ള വഴി. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റമൊക്കെ. ഞാൻ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമലപൂർ റെയിൽവേ സ്റ്റേഷൻ. കമലപൂർ എന്നും പറയും, കമലാപൂർ എന്നും പറയും. നമ്മളെ തെലുങ്കാനയിലുണ്ട് ഇതേപോലത്തെ ഒരു സ്ഥലം, കമലാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം അവിടെയുണ്ട്. ഇത് ഇവിടുത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. കമലാപൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് ഇതിന് പേര് പറയുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ ധാക്ക റെയിൽവേ സ്റ്റേഷൻ എന്നും ഇതിന് പറയാറുണ്ട്. പക്ഷേ ബോർഡൊക്കെ കമലാപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. ഇവിടെ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പറൊക്കെ എഴുതിയിരിക്കുന്നത് 7. അപ്പുറത്ത് ഇവിടെ ഒരു സ്ഥലത്ത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്, വേറെ എവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് കാണാനില്ല. ഇതുണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ നമുക്കൊന്നും ഇങ്ങനെ കംപ്ലീറ്റ് കറങ്ങി കാണാം. അവിടെ ഒന്നും വീഡിയോ എടുക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പോലീസുകാരൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന കാണുന്നില്ല. 1968 മെയ് 1 ഈ റെയിൽവേ സ്റ്റേഷൻ തുറന്നത്. ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനത്തിൻ്റെ കവാടമായി പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനും പിന്നെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് ഈ കമലാപൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം 11 പ്ലാറ്റ്ഫോമുകളുണ്ട്. പിന്നെ 3 വരികളുണ്ട് ഇവിടെ. ഒന്ന് നാരായൺഗഞ്ച് എന്നറിയും, പിന്നെ ബഹദൂർബാദ് ഗട്ട് ലൈന്, പിന്നെ ധാക്ക ജസോർ ലൈന്. അങ്ങനെ 3 ലൈൻ ഉണ്ട് ഇതിൽ. ഞാൻ നേരത്തെ പറഞ്ഞില്ല 1968 ഇത് പണി കഴിഞ്ഞതെന്ന്. 1960-65 ഇതിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. 68 ഏപ്രിൽ 27 ഇത് ഉദ്ഘാടനം കഴിച്ചത്. ഇതാണ് എനിക്ക് പോകാനുള്ള പിന്നെ ട്രെയിന്. ഇത് സ്ലീപ്പിംഗ് അല്ല, ഇത് ഇരുന്ന് പോകാനുള്ള സംഭവം ഉള്ളതാണ്. കംപ്ലീറ്റ് സീറ്റാണ്. ഇത് ഡൈനിങ് ചെയറാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് മൊത്തം നമുക്കൊന്നിങ്ങനെ നടന്നൊന്ന് കാണാം. മൊത്തം നീളത്തിൽ ഉള്ളിൽ കംപ്ലീറ്റ് സീറ്റാണ്. എ സി ഉള്ളതുകൊണ്ട് എ സി ഇല്ലാത്തതുകൊണ്ട്. ഇവിടുത്തെ റെയിൽവേ പോലീസാണ് അദ്ദേഹം. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. പോകാൻ ഇനി സമയമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ സീറ്റ്, റൈറ്റ് സൈഡിൽ 2 സീറ്റുണ്ട്, ലെഫ്റ്റ് സൈഡിൽ 2 സീറ്റുണ്ട്. മുകളിൽ ഇങ്ങനെ ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഫാനുണ്ട്, ഉണ്ടല്ലേ. ഇങ്ങനെ അപ്പുറമായിട്ടുള്ള എൻ്റെ സീറ്റ് 28 സീറ്റ്. വിൻഡോ സീറ്റ് W എന്ന് പറഞ്ഞാൽ വിൻഡോ സീറ്റാണ്. അതിൻ്റെ അപ്പുറത്തുള്ള ഇതാണ് എൻ്റെ സീറ്റ്. അപ്പോൾ ഞാൻ സീറ്റൊക്കെ കണ്ടിട്ട് വീണ്ടും പുറത്തിറങ്ങിയതാണ്. ഒരു പെട്ടിക്കൂട് പോലത്തുള്ളൊരു തീവണ്ടിയാണ്. അധികം വലുപ്പമില്ലാവുന്നത്. നമ്മുടെ നാട്ടിലത്തെ അത്ര വീതി ഇല്ല എന്നൊരു സംശയമുണ്ട് കണ്ടിട്ട്.
ഒരു പച്ച കളറിൽ നല്ല വൃത്തിയുണ്ട്. ഏതായാലും സംഭവം ഉൾഭാഗവും നല്ല വൃത്തിയുണ്ട്, പുറത്തും നല്ല വൃത്തിയുണ്ട്. ഈ ഒരു പച്ചക്കുപ്പായിട്ട് ടൈ ഒക്കെ വെച്ച ഒരാളുണ്ടല്ലേ, ഓരോ ബോഗിക്കും ഇങ്ങനത്തെ ഓരോ സ്റ്റാഫുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് സ്റ്റാഫാണ്. ഇനി നമുക്ക് പോകുന്ന സമയത്ത് മറ്റുള്ള ആ ഒരു ബോഗിയിലുള്ള ആ ഒരു സ്റ്റാഫിനെയും കാണാം. അപ്പോൾ ഒരുത്തനെ കണ്ടില്ലേ, ഇതാ രണ്ടാമത്തവൻ ഇതാ അവിടെ നിൽക്കുന്നുണ്ടല്ലേ, ഇവരൊരു സംശയം തീർത്തു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹമാണ് ഒരു ലൈറ്റ്, ഒരു പച്ചയും ഒരു ടൈയൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാനങ്ങനെ മുന്നോട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ട്രെയിൻ യാത്ര പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള യാത്രയാണ്. ഏറ്റവും ഇഷ്ടമുള്ള യാത്ര കപ്പൽ യാത്രയാണ്, പിന്നെ ട്രെയിന്, പിന്നെ കടന്നു പോകുന്ന ബസ്സുണ്ട്, അത് ഏറ്റവും ലാസ്റ്റാണ് എൻ്റെ ഇതിൽ ഫ്ലൈറ്റ് യാത്ര ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. ഞാൻ ഇതിൻ്റെ എൻജിനൊന്ന് കാണാൻ പോകണം, എങ്ങനെയാണ് ഇതിൻ്റെ എൻജിൻ്റെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാണ് എൻജിന് ഫ്രണ്ട് ഭാഗം. ഇതുവരെയുള്ള പ്ലാറ്റ്ഫോം നിൽക്കുന്നത് നമ്പർ 7-ലാണ് നമ്മുടെ ട്രെയിൻ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് തിരിച്ച് മടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് മറ്റേ ഭാഗത്തൊരു ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് അങ്ങോട്ടേക്ക് പോവാണ്. ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു പെട്ടിക്കൂട് പോലത്തെ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ എങ്ങനെയാണ്? ഇതൊരു സാധാരണ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. ഇത് വേറെ എടുക്കോ ലോക്കൽ ഓടുന്നതാണ് സംശയമുണ്ട് കണ്ടിട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് അവിടുന്ന് വന്ന് ഷോവൻ ചെയർ തിരിച്ച് നമ്മളുടെ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ സീറ്റിൽ നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഇനി ട്രെയിൻ ഇങ്ങനെ പോവും. ബാക്കി നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഞാൻ സീറ്റിൽ ഇരുന്നിട്ട് ഇവിടെയുള്ള പ്ലാറ്റ്ഫോം. ആ ഒരു കാണുന്ന ട്രെയിനിലാണ് ഇപ്പോൾ ഞാൻ നേരത്തെ കയറിയിട്ട് ഉൾഭാഗം വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ട്രെയിന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം 7:35 ഏകദേശം 260 കിലോമീറ്ററോളം ഉണ്ട്. ഇവരെ കണക്ക് പ്രകാരം 5.5 മണിക്കൂർ കൊണ്ട് എത്തുന്നതാണൊക്കെ പറയുന്നത്. അപ്പോൾ ഏതായാലും പോയി നോക്കാം. നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ ചിറ്റഗോങ്ങിലേക്ക് എത്താം. ധാക്കയിൽ നിന്ന് കൽക്കട്ടയ്ക്ക് 325 കിലോമീറ്ററാണുള്ളത് ട്രെയിനിന്. ഇവിടുത്തെ ട്രെയിനിന് നമ്മളെ നാട്ടിലെ ട്രെയിൻ പോലെ കമ്പി നെറ്റൊന്നുമില്ല, കംപ്ലീറ്റ് ഓപ്പണാണ്. തലയൊക്കെ പുറത്തേക്ക് ഇടുക, പിന്നെ ഗ്ലാസ് നീക്കുന്ന ടൈപ്പ് ഗ്ലാസ്സാണുള്ളത്. നല്ല സൂപ്പറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് പൊതുവെ. ഈ കാണുന്നതാണ് ധാക്ക എയർപോർട്ട്. എൻ്റെ തൊട്ടടുത്തൊരു പാസഞ്ചറുണ്ട്, അദ്ദേഹത്തിന് എയർപോർട്ടിലേക്കാണ് പോകേണ്ടത്. എയർപോർട്ട് സ്റ്റേഷൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പോൾ ഇതാണ് ധാക്ക എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാൻ. എൻ്റെ അടുത്തിരുന്ന അദ്ദേഹം ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇത് സീറ്റ് കവർ KSRM, അതിൻ്റെ ഫുൾ ഫോം എന്താ അറിയില്ല. പിന്നെ ഇവിടെ അങ്ങനെ നമുക്കൊരു മൊബൈൽ വെക്കാനൊരു സ്ഥലമുണ്ട്, കാല് വെക്കാൻ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട്, അത് മൂവബിളാണ്. ഇങ്ങനെയാണുള്ളത് ഇതിൻ്റെ സീറ്റിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. അങ്ങനെ താഴ്ത്തി വെക്കാം. അവിടെ ആണെങ്കിൽ നമുക്ക് കാലിങ്ങനെ വെക്കാം, സുഖമാണ്.
നമ്മുടെ കേരളത്തിൽ കൂടി പോകുന്ന പോലെ തന്നെയാണ് ഇവിടെ കണ്ടാൽ. ഇഷ്ടംപോലെ വാഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പാടങ്ങളുണ്ട് അതേപോലെ. പക്ഷേ ഇവിടെ പാടത്ത് കൂടുതൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമാണ് കൂടുതലുള്ളത്. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ട് മീൻ കൃഷി നടത്തുന്നുണ്ട് ഒരുപാട്. ബംഗ്ലാദേശിന് അങ്ങനെ ഒരു ഇതുണ്ട്, ഒരുപാട് മീൻ കിട്ടുന്ന സ്ഥലമാണ്. കണ്ടല്ലേ, ഇതൊക്കെ വെള്ളമാണ്. ഇതൊന്നും കടലല്ല, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ഇവിടെയൊക്കെ. മഴയൊന്നും പെയ്തല്ല, അങ്ങനെ കെട്ടി നിൽക്കുന്നതാണ്. ഇതുപോലെ ഉണ്ട്. അതിന് പുറമെ ഞാൻ വരുന്ന സമയത്ത് കുറേ കെട്ടിണ്ടാക്കിയിട്ടുണ്ട്, കുളം പോലെ ഇങ്ങനെ കെട്ടിണ്ടാക്കിയിട്ട് അതിലങ്ങനെ പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് മീൻ വളർത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ പാടം പോലുള്ള സ്ഥലത്തൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇത് ഒരു കുളമാണ്, കെട്ടിണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് മീൻ വളർത്തൽ ഏരിയയാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ മീനുകൾ. ഇവരെ ഞാൻ കണ്ട സ്ഥലത്ത് ഇവിടെ ഒന്നും ഫ്രഷ് മീനല്ലാണ്ട് ഇവർ ആരും കഴിക്കുന്നില്ല. ഐസിലിട്ട മീൻ തന്നെ ഇവിടെ കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ടും. ഇപ്പം സമയം രാവിലെ 10 മണിയായിരിക്കുന്നത്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ബോറടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ട്രെയിനിൻ്റെ ഉൾഭാഗം ഒന്നൊന്ന് നടന്ന് കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഒരു ടോയ്ലറ്റ്. ഇത് യൂറോപ്യൻ ടോയ്ലറ്റ്. അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളുണ്ട്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് തന്നെയാണ് കംപ്ലീറ്റ്. സ്ലൈഡിങ് ഡോറാണുള്ളത്. ഇത് ഇവിടുത്തെ സെക്യൂരിറ്റിക്ക് ഇരിക്കാനുള്ള സീറ്റാണ് കാണുന്നത്. ഇത് വേറൊരു, ഇത് ഇന്ത്യൻ ക്ലോസറ്റ്. ഇതും സ്റ്റീലാണ്. ഇതും അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. കംപ്ലീറ്റ് സ്റ്റീലാണ്, നല്ല വൃത്തിയുണ്ട്. ഈ ട്രെയിനിൻ്റെ ബാക്കിൽ ഒരു കഫ്തീരുണ്ട്, അത് കാണാൻ പോവാണ് ഞാൻ. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു കൗണ്ടർ ഉള്ളത്. ഇവിടെയൊക്കെ ആളുകൾ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിരിക്കുന്ന സൈഡാണ്. ഞാനൊരു ചെറിയൊരു ഇത് വാങ്ങിക്കുന്നത്, എന്തായാലും പറയുക, ഒരു കോണ്. വെറുതെ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊരു ബോറാണ്. എന്തെങ്കിലും കഴിച്ച് കുറിക്കാണ്ടെങ്കിൽ നല്ല രസമാണ്. ഞാൻ കയറുമ്പോൾ തന്നെ കണ്ടിരുന്നു, ഈ കഫ്തീരിയ കണ്ടിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കിച്ചണ്, ചായയൊക്കെ ഉണ്ടാക്കുന്ന ഭാഗമാണിത്. അങ്ങനെ തിരിച്ചിഞ്ഞ് പഴയ സീറ്റിലേക്ക് തന്നെ പോവുകയാണ്. ഇദ്ദേഹം ഉറങ്ങുകയാണ്, സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ ഡ്യൂട്ടിയുള്ള ചാർജ്. ഈ ഒരു ബോഗിക്കിൻ്റെ ചാർജുള്ള ആളാണ്, പുള്ളിക്കാരൻ ഇരുന്ന് ഉറങ്ങുകയാണ്. ഓരോ ബോഗിക്കും ഓരോരുത്തരും ഡ്യൂട്ടിയിലുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇൻ്റർനാഷണൽ അഡാപ്റ്റർ ഉണ്ടാവണം. ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ, ഇങ്ങനത്തെ ടൈപ്പാണുള്ളത്. നമ്മൾ സാധാരണ പിന്നെ ഈ റൂമിൽ നമ്മളതിൽ ഹോട്ടൽ റൂമിലൊക്കെ പറ്റും, പക്ഷേ ട്രെയിനിൻ്റെ ഉള്ളിൽ നടക്കില്ല. ട്രെയിനിൻ്റെ ഉള്ളിൽ ആ ഒരു മോഡൽ തന്നെ വേണം, നല്ല വർക്ക് ചെയ്യുള്ളൂ. ഞാൻ കഫ്തീരിയയിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ യാത്രയിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് വെള്ളമാണ്. അതായത് ഒഴിഞ്ഞ സ്ഥലമുണ്ടല്ലേ, ഇതൊക്കെ വെള്ളമാണ്, കംപ്ലീറ്റ് വെള്ളം. പല സ്ഥലങ്ങളിലും ഇങ്ങനെ നമ്മളെ പാടത്ത് കുഴി ഉണ്ടാക്കിയിട്ട് കെട്ടി നിർത്തിയിട്ട് അതിലങ്ങനെ മീനും കാര്യങ്ങളൊക്കെ വളർത്തുന്നുണ്ട്. ഇത് അതേപോലെ തന്നെ കണ്ടമാനം വെള്ളമുണ്ട് ഇവിടെയൊക്കെ, ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ഉണ്ട്. പുഴയൊന്നും അങ്ങോട്ട് കാണുന്നില്ല. പുഴ ഉണ്ടെങ്കിൽ ഒരു പാലമൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല, പാലൊന്നും കണ്ടിട്ടില്ല. ഈ ഭാഗത്തൊക്കെ കുറച്ച് കൃഷികൾ കാണുന്നുണ്ട്, ഉണ്ടല്ലേ. വെള്ളം ഒരു സൈഡിൽ കൂടി അങ്ങനെ ഒഴുകിപ്പോണ്ട്. അതിൻ്റെ മറ്റേ ഭാഗങ്ങൾ കംപ്ലീറ്റ്, ഈ ഒരു ഭാഗം കംപ്ലീറ്റ് പാടങ്ങൾ തന്നെയാണ്, നല്ല പച്ച കളറിൽ. ഇവിടെയും പിന്നെ അരി കൃഷി ചെയ്യുന്നുണ്ട്. ഗോതമ്പ് ഇവിടെ ഇല്ലയെന്നാണ് അറിഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ചിറ്റഗോങ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കില്ല, ഇതുവരെയുള്ളൂ നമ്മളുടെ ഈ ട്രെയിന് പോവുക. ഇനി ഇവിടെ ഇറങ്ങണം.
അനൗൺസ്മെൻ്റ് കേൾക്കുന്നുണ്ട്. আপনাদের মনোযোগ আকর্ষণ করতে ঢাকা থেকে ছেড়ে আসা নিম্নগামী পর্যটক এক্সপ্রেস চট্টগ্রাম স্টেশনে পৌঁছাতে অনেক বিলম্ব হবে। നിമ്നഗാമി പർയടക എക്സ്പ്രസ് ചট্টগ্রাം സ്റ്റേഷൻ ഇപ്പം സമയം 12:10 അപ്പോൾ അധികം സമയം എടുത്തിട്ടില്ല. ഏറെക്കാണ് പുറപ്പെട്ടിട്ടുള്ളത്. 12:10 എത്തിക്കുന്നു. അപ്പോൾ അത് ചിറ്റഗോങ് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. എവിടെയും ചിറ്റഗോങ് എന്നുള്ളൊരു ബോർഡേ കാണാനില്ല. ബോർഡ് നോക്കി കിടക്കുകയാണ് ഞാൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ചാട്ടോഗ്രാം എന്നാണ്. അതായത് ചാട്ടോഗ്രാം ജില്ലയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത്. പിന്നെ ഇതിന് ചിറ്റാഗോങ് എന്ന് പറയുന്നുണ്ട്. രണ്ടു പേരിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷന് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പം ഇനി പുറത്തേക്ക് കിടക്കണം. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനിലൊന്നാണ് ഈ ഒരു സ്റ്റേഷൻ. ഇവിടെ പഴയതുകൊണ്ട് പുതിയത് 2 ടെർമിനലുണ്ട്. ബ്രിട്ടീഷുകാരെ കാലത്തുണ്ടാക്കിയ ഒരു ടെർമിനലുണ്ട് ഇവിടെ. ഇവിടുന്ന് ഇനി കോക്സ് ബസാറിലേക്ക് ട്രെയിൻ ഉണ്ട്. ഇനി എനിക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ എനിക്ക് പറ്റിയൊരു സമയമല്ല. അപ്പോൾ അതിന് ഞാനിനി ബസ്സിലാണ് പോകുന്നത്. ചിറ്റഗോങ്ങിൽ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. കുറേ മലകളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ചിറ്റഗോങ്. അപ്പം ഞാനിനി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് കിടക്കണേ. എക്സിറ്റ് ഉണ്ടല്ലേ, ഇതിലാണ് അങ്ങോട്ട് കിടക്കുന്നത്. ഇവിടെയൊക്കെ എങ്ങനെ ഒരാൾക്ക് പോകാൻ പറ്റുന്ന മോഡലിൽ ഓരോ റോ ഉണ്ടാക്കിയിരുന്നു. ഇത് അങ്ങോട്ട് പുറത്ത് വന്ന ഉടനെയുള്ളൊരു ഹാളാണ്. ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ പ്ലാറ്റ്ഫോമിൽ കിടക്കുക. അവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ഏരിയയും കാര്യങ്ങളുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഓരോ രാജ്യത്തിലും ഓരോ സിസ്റ്റമാണ്. അപ്പം ഇനി ഞാൻ പുറത്തേക്ക് കിടക്കണം. ഇതാണ് പുറത്ത് ടാക്സിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇത് പുതിയ ടെർമിനലാണ്. പഴയ ടെർമിനൽ വേറെ ഉണ്ട് ഇതിൻ്റെ മറ്റേ ഭാഗത്ത്. ഇത് 2013 ഉണ്ടാക്കിയതാണ്. പഴയ ടെർമിനൽ 1896 ഉണ്ടാക്കിയതാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ഇവിടെയാണ് ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു അത്യാവശ്യം നല്ലൊരു സിറ്റിയാണ് ഈ ചിറ്റഗോങ്. ഇവിടുന്ന് ചിറ്റഗോങ്ങിൽ നിന്ന് ഇനി കോക്സ് ബസാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് പോകണം. അതിൻ്റെ മുമ്പിൻ്റെ ജസ്റ്റ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ബംഗ്ലാദേശ്. അവനൊന്ന് കണ്ട് അവിടുന്ന് നേരെ ബസ്സിന് പോകണം. ഇവിടുന്ന് ട്രെയിനുണ്ട്, പക്ഷേ ബസ്സിനാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോ പോവുകയാണ്. ഇവിടുത്തെ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജയിലിലിട്ട പോലത്തെ ഒരു ഫീൽ നമുക്കുണ്ടാകുക. അപ്പോൾ നമ്മുടെ സുഹൃത്തിനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ വിശദീകരിച്ച് പിന്നെ പറയാം. ഞാൻ ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതാണ് ബസ് ടിക്കറ്റ്. ചിറ്റഗോങ്ങിൽ നിന്ന് കോക്സ് ബസാർക്ക് ഒരാൾക്ക് 600 ഡാക്കയാണ് ചാർജ് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ്. ഇപ്പോൾ സമയം ഉച്ച 2 മണി. അപ്പം ഞാൻ ഇതാണ് ചാറ്റാഗ്രാം എന്നുണ്ട്. ചാറ്റാഗ്രാം അതും ഇതിന് പേരാണ് ഈ ചിറ്റഗോങ്ങിൻ്റെ. അപ്പം ഞാൻ ബസ്സിൻ്റെ അകത്തേക്ക് ഇനി കയറുകയാണ്. നമുക്ക് ബസ്സിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. 201 സീറ്റുള്ളതാണ്. ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടുന്ന് കോക്സ് ബസാർക്ക്. ഏറ്റവും ഫ്രണ്ടിലെ സീറ്റ് തന്നെയാണ് നമ്മളത്. ഡ്രൈവർ നേരെ ബാക്കിലുള്ളത്. ഇങ്ങനെയാണ് ബസ്സുള്ളത്. ബസ്സൊക്കെ നല്ല അടിപൊളി ബസ്സുകളാണ്. ഇവിടെ സ്ഥിരമായിട്ട് ബസ് റൂട്ടുള്ളത് അങ്ങോട്ടേക്ക്. അപ്പം ഞാനെൻ്റെ സീറ്റിലേക്ക് വന്നിരിക്കാൻ പോവുകയാണ്. ഏറ്റവും ഫ്രണ്ടിൽ തന്നെയാണ്. ഡ്രൈവറെ നേരെ ബാക്കിലെ സീറ്റ്. അപ്പം നമ്മളുടെ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിക്കൂറൊക്കെ എടുക്കുന്നതാണ് പറയുന്നത്. കാരണം 150 കിലോമീറ്റർ ഉണ്ട്. വഴിയിൽ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തും, നമസ്കാരത്തിന് നിർത്തും ഒക്കെ പറഞ്ഞ്. നമ്മുടെ ഡ്രൈവർ ദുബായിൽ പണ്ട് വണ്ടി ഓട്ടിയ ആളാണ്. അപ്പോൾ മൂപ്പർക്ക് നല്ലോണം അറബി സംസാരിക്കാൻ അറിയാം. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള കൺവെർസേഷന് അറബിയിലാണ്. അതേപോലെ നമ്മളെ ബസ്സിൻ്റെ കിളിയും പുള്ളിക്കാരനും പണ്ട് ഗൾഫിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനും നല്ലോണം അറബി സംസാരിക്കാൻ അറിയാം. ഇവർക്കൊന്നും ഇംഗ്ലീഷ് തീരെ ഓടൂല.
മെയിൻ വർത്താനം വരുന്നത് ബംഗ്ലാ വർത്താനം തന്നെയാണ് ഉള്ളത്. അപ്പം നമുക്ക് റോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഇതൊരു നദിയാണ് ഈ കാണുന്നത്. നമ്മുടെ കേരളം പോലൊക്കെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത്. നല്ല സൂപ്പർ ഹോട്ടലാണ് നമ്മൾ ഡ്രൈവർ ഓട്ടുന്നത്. കാരണം അദ്ദേഹം ദുബായിൽ മറ്റേ ട്രക്കർ ഓട്ടിയുന്ന ആളാണ്. ഇപ്പോൾ സമയം 4:30 മണിയായിരിക്കുന്നത്. അപ്പോൾ ഒരു ചായ സ്നാക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാണ്. ഇവിടെ കണ്ടമാനം ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലേക്കൊന്ന് ജസ്റ്റ് കയറി മൂത്രമൊക്കെ വെച്ചിട്ടൊന്ന് പുറത്തിറങ്ങണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടോളൂ. ഈ ബസ്സിൻ്റെ ആളുകൾ സ്ഥിരമായിട്ട് നിർത്തുന്ന ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവർക്കവിടെ ഭക്ഷണമൊക്കെ ഫ്രീ ആണ്. ആ ഒരു ഏരിയയാണ് ഈ ഒരു ഹോട്ടൽ. ഈ ചിറ്റഗോങ്ങിലെ ബംഗ്ലാദേശുകാരന് കുറച്ച് മലയാളം പറയുന്നു. പോയാലാണ് സൺഡേ നല്ല സൺഡേത്തെ ദുബായ് എടുക്കും. ജാസ്തിയല്ലേ? ജാസ്തിയാ? എന്താ ജാസ്തി? ഫുള്ള് ഫ്രണ്ട് മലയാളി. മലയാളി അയാളെ സൗത്ത് ഇന്ത്യൻ നൈറ്റ് ക്ലബ് ഉണ്ട്. അത് മലയാളി കൺസേൺ ഉള്ളേ ബാബൻ 5 വർഷം. ഈ ബംഗ്ലാദേശുകാരൻ്റെ കൂട്ടത്തിൽ പണ്ട് ഗൾഫിൽ മലയാളി വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം കുറച്ച് മലയാളമൊക്കെ പറഞ്ഞത്. കുറച്ചൊക്കെ അറിയും. നമ്മൾ പറഞ്ഞാലൊക്കെ തിരിയും. അദ്ദേഹം പറയുന്നത് നമുക്ക് തിരിയുന്നുണ്ട്. ഇതിവിടുത്തെ പിന്നെ ഈ ഹോട്ടലിലുള്ള മുട്ടായി കടകളാണ്. അപ്പോൾ നമ്മൾ ബസ് വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി റോഡരികിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് നമുക്ക് കോക്സ് ബസാറിലേക്ക് എത്താം. ഇവിടെ രാത്രി വേഗമാവും. ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ ഇരുട്ടാവും. ചിറ്റഗോങ്ങിൽ നമ്മളൊരു ബംഗ്ലാദേശി സുഹൃത്തുണ്ട് പറഞ്ഞില്ലേ. പണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന സമയത്ത് ഞങ്ങൾ ഒരു യാത്രയിൽ കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവന് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഹോട്ടലിൽ പോയ സമയത്ത് അവന് എങ്ങോട്ടോ ഒരു അത്യാവശ്യമായിട്ട് പോയി ഇന്ന് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവൻ്റെ ഫാദറിനെ കണ്ടു. അപ്പോൾ അവനില്ലാത്തതുകൊണ്ട് പിന്നെ നേരെ ഞാൻ കോക്സ് ബസാറിലേക്ക് വിട്ടത്. അല്ലെങ്കിൽ ചിറ്റഗോങ്ങിൽ ഒരു ദിവസം നിൽക്കാണ്ടായിരുന്നു. അവിടെ അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല ചിറ്റഗോങ്ങിലുള്ളത്. ചിറ്റഗോങ് വലിയൊരു തുറമുഖ പട്ടണമാണ്. പിന്നെ കുറച്ച് മലകളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. ചിറ്റഗോങ്ങില് നമ്മളെ കേരളത്തിന്റെ അതേ രൂപമാണ്. റോഡ് സൈഡ് കംപ്ലീറ്റ് വാഴയുണ്ട്, പിന്നെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനത്തെ പ്ലാവുണ്ട്, മാവുണ്ട്. ഈ ചെങ്ങായി ഓണടിച്ചിട്ട് എല്ലാതുണ്ട്. ഇനിയിപ്പോ ഒന്നുകൂടി കാണിച്ചു തരാം. ബസ് നല്ല പോക്കാണ് പോകുന്നത്. ചിറ്റഗോങ് പിന്നെ ഇവിടെ ഒരു നദിയുണ്ട്. കർണഫൂലി നദിയുടെ തീരത്താണ് ചിറ്റഗോങ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ മലകളാൽ പിന്നെ ചുറ്റപ്പെട്ടതാണ് ഈ ചിറ്റഗോങ് നഗരം. അതിന് പുറമെ ഇവിടെ കൃത്രിമ തടാകങ്ങൾ കുറേ എണ്ണുണ്ട് ഇവിടെ ചിറ്റഗോങ്ങിൽ. ഇതാണ് നമ്മളുടെ ദുബായ് ഡ്രൈവർ. ദുബായിൽ ജോലി ചെയ്തിരുന്നത്. ചിറ്റഗോങ്ങിനെ ഈ നാട്ടുകാർ ശരിക്കും ചിറ്റഗോങ് എന്നല്ല കൂടുതൽ പറയല്, ചാറ്റോഗ്രാമ എന്നാണ് ഇവർ വിളിക്കാറുള്ളത്. ഈ ബസ്സിൻ്റെ മുകളിലൊക്കെ ഈ ചാറ്റോഗ്രാമാണ് ബോർഡ് കാണാറുള്ളത് അധികവും. ഈ യാത്രയിൽ കുറേ ഒഴിഞ്ഞ ഭാഗങ്ങളാണ്. ഇതൊരു അങ്ങാടി എത്തിക്കുന്നത്. ഇത് ഗ്യാസും കുറ്റീൻ്റെ വണ്ടി പോകണം. കുറച്ചും കൂടി നമ്മളെ നാട്ടിലെ ഗ്യാസും കുറ്റീനെക്കാട്ടും കുറച്ചും കൂടി വലിപ്പമുള്ള പോലെ തോന്നുന്നുണ്ട് ഈ കുറ്റി. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു അങ്ങാടിയാണ് ഇവിടെ ഈ ഒരു ഭാഗം. ഇപ്പോൾ സമയം 5:30 മണി കഴിഞ്ഞിരിക്കുന്നത്. 5:30 മണിയായപ്പോഴത്തേക്ക് തന്നെ ഇവിടെയൊക്കെ ഇരുട്ടായിരിക്കുന്നത്. ഇവിടെ അങ്ങനെയാണ്. ഇപ്പോൾ ഈ സമയത്ത് രാത്രി നേരത്തെ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും അങ്ങനെ കാണില്ല. ഇരുട്ടായതുകൊണ്ട് തീരെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ്. ബോർഡും കാര്യങ്ങളൊന്നും കാണില്ല. എവിടെയും ഇംഗ്ലീഷിലൊരു പേര് കാണില്ല. ഈ ബംഗ്ലാ ഭാഷ എഴുതിയതുകൊണ്ട് എവിടെയൊക്കെ ഏതാണ് സ്ഥലം എന്നും കൂടി നമുക്ക് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഈ ഒരു ബംഗ്ലാദേശിൽ. ഹിന്ദി എഴുതിയിട്ടില്ല. ഹിന്ദി എഴുതിയാലെ അക്ഷരങ്ങളെ വായിക്കുക. ഇത് ബംഗ്ലാ ഭാഷയാണ് ഇവിടെ കംപ്ലീറ്റ് എല്ലാ സ്ഥലത്തും എഴുതിയിട്ടുള്ളത്.
ഇവർ സംസാരിക്കുകയും ചെയ്യുക അത് തന്നെയാണ്. പിന്നെ വേറെ ഹിന്ദിയും വിദേശത്തൊക്കെ കുറച്ച് ജോലി ചെയ്ത് പോയ ആൾക്കാരും പിന്നെ ഇന്ത്യയിലൊക്കെ കുറച്ച് ബന്ധമുള്ള ആൾക്കാരും ഒക്കെയാണ് ഹിന്ദി സംസാരിക്കുന്നവർ. ബസ്സിൻ്റെ കിളി എത്താനായിട്ടുണ്ടെന്ന് സൂചന വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 7 മണിയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂർ കറക്റ്റ് എടുത്തേക്കുന്നു ഇങ്ങോട്ടേക്ക് എത്താൻ. ഇദ്ദേഹമാണ് നമ്മുടെ കിളി. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു റിക്ഷ എടുത്തിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്. രാവിലെ പുറപ്പെട്ടാണ് ധാക്കയിൽ അങ്ങനെ ചിറ്റഗോങ്ങിൽ എത്തിയിട്ട് അങ്ങനെ ഇവിടെ എത്തിയതാണ്. ഇനി ഇവിടെ ഒരു ഹോട്ടൽ എടുക്കണം. ഇവിടെയും റിക്ഷകൾ തന്നെയാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമുണ്ട്, കോക്സ് ബസാർ. ആ കോക്സ് ബസാറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടല്ലേ കോക്സ് ബസാർ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി. ഞാൻ പിന്നെ ചിറ്റഗോങ്ങിൽ നിന്ന് ബസ്സിന് വന്ന് കോക്സ് ബസാറിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇപ്പോൾ ഇലക്ട്രിക് റിക്ഷയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലാണ് പോകുന്നത്. പക്ഷേ ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമ്മളെ ഇഷ്ടംപോലെ സൗകര്യം പോലെ എടുക്കാമെന്നാണ് ഞാൻ അന്വേഷിച്ചിട്ട് കിട്ടിയത്. അപ്പോൾ നമ്മളെ വണ്ടിക്കാരനായിട്ടുള്ള കരാർ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓൻ നല്ല ഹോട്ടൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഓനെന്തെങ്കിലും ഒരു കമ്മീഷനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, ഓൻ്റെ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1-2 ഹോട്ടലുകൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ്. പോയിട്ട് ഏകദേശം നമ്മളൊരു ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. ഈ ഒരു റോഡിൻ്റെ അപ്പുറം കംപ്ലീറ്റ് ബീച്ചുകളാണുള്ളത്. ഇത് കംപ്ലീറ്റ് ബീച്ചുള്ള ഏരിയയാണ്. അതിനെപ്പറ്റി ഞാൻ വിശദീകരിച്ച് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഓരോ ബീച്ചിന് ഓരോ പേരുണ്ട്. ഞാൻ ഇപ്പോൾ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത് സുഗന്ധ ബീച്ചിൻ്റെ അടുത്താണെന്നാണ് നമ്മളെ റിക്ഷക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഷാത്തി ഹോട്ടൽ ഒന്ന് കയറി നോക്കട്ടെ. നമ്മളെ റിക്ഷക്കാരനിവിടെ സൈഡാക്കുന്നുണ്ട്. കയറി നോക്കിയിട്ട് നമുക്ക് ഉക്കണി ഇവിടെ നിൽക്കാം, അതല്ലെങ്കിൽ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ശരിയായിട്ടില്ല. അപ്പോൾ അവിടുന്ന് നമ്മളങ്ങനെ പോവാണ്. ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് ഇവിടെ. അതിന് ക്ഷാമോ കാര്യങ്ങളൊന്നുമില്ല. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ട് ഹോട്ടലുകൾ. കൂടുതലും ബംഗ്ലാദേശികൾ തന്നെയാണ്. നമ്മളെ ടൂറിസ്റ്റ് വിദേശികൾ വളരെ കുറവാണ്, ആരെയും കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഹോട്ടലിൽ നിന്നാണ് നമ്മളെ റിക്ഷക്കാരൻ പറയുന്നത്. ഇതൊരു കടലക്കച്ചവടമാണ് ഇവിടെ. അപ്പോൾ ഇതാണ് നമ്മളെടുത്ത ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ വിസിറ്റിംഗ് കാർഡാണ്, അതിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. 609 റൂം നമ്പർ. ഇതാണ് റൂം. 1500 താക്കയാണ് പറഞ്ഞത്. ഇതെൻ്റെ ഹാളിലുള്ളൊരു സംഭവമാണ്. ഇതോടെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നോക്കി കാണാം. 6ാം നിലയിലാണ് നമ്മളെ റൂമുള്ളത്. ഇനിയാണ് പുറത്തേക്ക് പോവാണ്. സിറ്റിയിലാണ്. ഇവിടെ നൈറ്റിൽ വന്ന് വീട്ടിലൂടെ ഒന്ന് ഇറങ്ങിയതാണ്. അത് നമുക്ക് നൈറ്റിലെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം. ഇവിടെ കണ്ടമാനം റിസോർട്ടല്ല ഹോട്ടലുകളല്ലത്. കാരണം ഇവിടെ ഒരുപാട് വിദേശികൾ വരുന്നതുകൊണ്ട് ഇവിടെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ്.
സെക്കൻഡ് നമ്മളെ മറൈൻ ഡ്രൈവ് ചെന്നൈയിലുള്ള സോറി മറീന ബീച്ച്. ഞാനിപ്പോൾ പോകുന്നത് ഒരു മോട്ടോർ ഉള്ള ഒരു റിക്ഷയിലാണ്. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഇവിടെ കൂടുതലും മോട്ടോറുള്ള റിക്ഷയാണ് കാണുന്നത്, മറ്റേത് കുറവാണ് കാണുന്നത്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഈ സുഗുന്ത ബീച്ചിലേക്കാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ മോട്ടോറിൻ്റെ ഫ്രണ്ട് ഭാഗം, സുഗുന്ത ബീച്ച്. അവിടേക്കുള്ള മെയിൻ റോഡിൽ നിന്നിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കട്ടിംഗ് ആണ്. ഇതെന്തൊരു വലിയൊരു ടാങ്കോ കാര്യം എന്തോ ഉണ്ട് ഇവിടെ. അപ്പോൾ സുഗുന്ത ബീച്ചിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇനി നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് അങ്ങനെ നടന്നു പോകണം. ഇതുണ്ട് കംപ്ലീറ്റ് റിക്ഷ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. എവിടെ നോക്കിയാലും റിക്ഷയാണ്, കൂടുതലും മോട്ടോറുള്ള റിക്ഷയാണ്. അപ്പം നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇറങ്ങുകയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഓനാകെ 30 ഇതാക്കിയാണ് പറഞ്ഞ്. ഇവനാണ് നമ്മളുടെ ക്യാപ്റ്റൻ. അപ്പം നമ്മൾ രാത്രിയിലെ കോക്ക് ബസാറിലെ ബീച്ചൊന്ന് കാണാൻ പോവുകയാണ്. എനിക്ക് ഈ ബീച്ച് കാണണമെന്ന് ആഗ്രഹം തുടങ്ങിയത് ഞാൻ 2 കൊല്ലം മുമ്പ് ചെന്നൈയിൽ പോയിന്ന്. ചെന്നൈയിൽ പോയപ്പോൾ അവിടുത്തെ മറീന ബീച്ച് അത് സെക്കൻഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കാണുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്തും ഫസ്റ്റ് എന്നുള്ള എൻ്റെ ഒരു ഇതിൽപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബംഗ്ലാദേശിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഉള്ളതെന്നറിയാം. അങ്ങനെ സെക്കൻഡാണ് നമ്മുടെ ചെന്നൈയിലുള്ളത്. അങ്ങനെയാണ് എൻ്റെ ഈ ബംഗ്ലാദേശ് ആഗ്രഹം നടന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ് ഈ കോക്സ് ബസാർ. ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ കംപ്ലീറ്റ് ഇരുട്ടാണ്, വളരെ ലൈറ്റ് തീരല്ല. ഇനി പകൽ വരുമ്പോൾ ബാക്കിയുള്ള പകലിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഏതായാലും രാത്രി വന്ന സമയമുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടേക്കൊന്ന് വന്നാണ് ഈ ഒരു ഭാഗത്തേക്ക്. ഇവിടെ ബീച്ചിന് പല പേരുകളുണ്ട് ഓരോ സ്ഥലത്ത്. ഇതിൻ്റെ പേരാണ് സുഗുന്ത ബീച്ച്. നമ്മളൊരു മലയാളി പേര് പോലെ ഉണ്ട്. ഇവിടെ നല്ല തിരണ്ട്. അപ്പോൾ അതിനെ പോലെ തിരക്കുണ്ട്. ഞാൻ പിന്നുള്ളൊരു തിരക്ക് കണ്ടിട്ടുള്ളത് രാത്രി നമ്മളെ വർക്കല ബീച്ചിലാണ്. കൊല്ലം വർക്കല ബീച്ചിൽ ഇതേപോലെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോവാം. ബംഗ്ലാദേശിലെ ഏറ്റവും മനോഹരവും പിന്നെ പ്രശസ്തവുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കോക്സ് ബസാർ. ബംഗ്ലാദേശിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ ഇവിടെ കണ്ടമാനം വരുന്നുണ്ട്. പിന്നെ വിദേശികളും വരുന്നുണ്ട്. വിദേശികൾ കുറവാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ടിടത്തോളം കംപ്ലീറ്റ് ഇവരെന്നെ ഈ നാട്ടുകാർ തന്നെയാണ് കൂടുതലുള്ളത്. ഇവിടെ വെള്ളിയും ശനിയും ദിവസങ്ങളിൽ നല്ല തിരക്കുണ്ടാകും. കാരണം ഇവിടുത്തെ ആഴ്ചയിലെ 2 ലീവ് വെള്ളിയും ശനിയാണ് ഉള്ളത്. പിന്നെ ഈ കോക്ക് ബസാറിന് വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രധാന മത്സ്യബന്ധന തുറമുഖം കൂടിയാണ് ഈ കോക്സ് ബസാർ. ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്വാഭാവിക കടൽ തീരാന്ന് ഇതിന് പറയാം കോക്ക് ബസാറിന്. അതായത് മനോഹരമായ ചെരുവോടുകൂടി 120 കിലോമീറ്ററാണ് ഈ കടൽ തീരുള്ളത്. അതിവിടെ ആരെയും ആകർഷിക്കുന്നൊരു മോഡലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ആളുകൾ കാണാൻ വരുന്നത്. ഈ കോക്സ് ബസാർ എന്നുള്ള പേര് വരാനൊരു കാരണമുണ്ട്. അത് ഞാൻ പിന്നീട് പറയുന്നുണ്ട്. ഇതിന് ഈ നാട്ടുകാർ പനോവ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അതായത് പനോവ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പുഷ്പം എന്നാണ് ബംഗ്ലാദേശിൽ പറയുന്നത്. അങ്ങനെയും ഈ ഒരു സ്ഥലത്തിന് പേര് പറയുന്നുണ്ട്. ഇവിടെ കുറേ ഇത് കണ്ടില്ലേ, ഇരിക്കാനുള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഈ കടപ്പുറത്ത് നിൽക്കുന്നവർക്ക് ഇതിനൊക്കെ വാടക കൊടുക്കണം. ഇംഗ്ലീഷുകാർ ബിക്കിനിയൊക്കെ ഇട്ടിട്ട് ഇരിക്കാനുള്ള മോഡലുള്ളൊരു സംഭവമാണത്. അതിങ്ങനെ നീളത്തിൽ ഒരുപാട് പ്രൈവറ്റ് ആൾക്കാർ നമ്മളിവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ആളുകൾ വന്ന് നോക്കും. അപ്പോൾ അതിന് 1 മണിക്കൂറിന് ഇത്രയെന്ന് വെച്ചുള്ളൊരു ചാർജാണ്. നമുക്കിനി പകലിൽ കാണാം കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കന്നുണ്ട്. കണ്ടില്ലേ, എല്ലാവിധ സകല കച്ചവടക്കാരുണ്ട് ഇവിടെ. ഇരുട്ട് ഇവരൊക്കെ LED ലൈറ്റ് കത്തിച്ചിട്ടാണ് ഈ കച്ചവടക്കാരൊക്കെ നടക്കുന്നത്. ഇതൊക്കെ ആ സീറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സൈഡിലങ്ങനെ തീരത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്.
ഇതുണ്ട് ലൈറ്റായിട്ട് പോകുന്നുണ്ടല്ലേ, നെഞ്ഞത്ത് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു LED ലൈറ്റും കത്തിച്ചിട്ടാണ് കച്ചവടക്കാർ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ്. അങ്ങനെയാണ് എൻ്റെ ഒരുത്തൻ ലൈറ്റ് ഇട്ടിട്ട് ഓടുന്നുണ്ടല്ലേ, അതിൻ്റെ മുകളിലും ലൈറ്റ് ഉണ്ട്, LED ലൈറ്റുകളാണൊക്കെ. ഇവിടെ ബംഗ്ലാദേശി കുട്ടികൾ ഇങ്ങനെ കയ്യിൽ മറ്റേ കിലുക്കം മുട്ടിയിട്ട് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഒന്ന് കാണാം നമുക്ക്. ബസാറിലെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്രക്കും ദാരിദ്ര്യം പിടിച്ച മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശ്. ഇവിടെ വന്ന ശേഷം ഒരു മലയാളീനെ പോലും ഇതുവരെയായിട്ടും കാണാൻ പറ്റിയിട്ടില്ല. രാത്രിയിലെ തിര, കോക്സ് ബസാർ, ബംഗ്ലാദേശ്. ഇപ്പോൾ സമയം രാത്രി 8:30 മണിയായിരിക്കുന്നു. കാരണം ഇനി ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ഇരുട്ട, ഒന്നും അങ്ങനെ കാര്യമായി കാണാനില്ല. അപ്പം ഇനി ബാക്കി നാളെ രാവിലെ നേരത്തെ വന്നിട്ട് ഇവിടുത്തെ ലോകത്തെ ഏറ്റവും നീളം കൂടിയ തീരൊക്കെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ തടിയെടുക്കുകയാണ് മണലിൽ. അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം. അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട്, രാവിലെ പുറപ്പെട്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നാളെ നമുക്ക് രാവിലെ ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ്. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഇവിടെ തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞു, കാരണം അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു മോട്ടോറിക്ഷ എടുത്തിട്ട് 30 ടാക്കന്നെ ഉള്ളൂ, വളരെ കുറഞ്ഞ പൈസ ഉള്ളൂ. നടക്കണേ പിന്നെ ഒരു 10-15 മിനിറ്റ് നടക്കണം. ഇനി നാളെ രാവിലെ നടന്നു പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാത്രി ഇപ്പം ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും റിക്ഷക്കാരൻ്റെ കൂട്ടത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് ഹോട്ടലിലേക്ക്. എന്തെങ്കിലും ഒന്ന് കഴിക്കുകയും വേണം ഭക്ഷണം. ഈ രാത്രിയിലും ഇവിടെ നല്ല തിരക്കാണ്, കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മുടെ റിക്ഷക്കാരൻ പിന്നെ ഓപ്പോസിറ്റ് പോവുകയാണ്, ഓനെന്തോ എളുപ്പവഴിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇപ്പുറത്തുകൂടി പോകുന്നത് വണ്ടി. അപ്പം ശരിക്കും അപ്പുറത്തു കൂടിയാണ് പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരണം. ഇവനെന്തോ ഒരു വിളവെടുക്കുകയാണ് തോന്നുന്നുണ്ട്. കണ്ടില്ല, ഇത് കംപ്ലീറ്റ് ഈ സംഭവമാണ്, ഈ റിക്ഷകളാണ്. ഓട്ടോറിക്ഷ ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ധാക്കയിലുള്ള മോഡലല്ല, ഇത് കുറച്ചും കൂടി ഇങ്ങനെ വീതിയുള്ള ഭാഗമാണ്. അതിന് പുറമെ ഡ്രൈവർ എടുത്ത് ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ മോട്ടോർ സൈക്കിളിനെ കുറച്ച് അങ്ങനെ അതിനൊരു ബാക്കിൽ സീറ്റൊക്കെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേ ഒരു ലുക്കിലുള്ളതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശിൽ നല്ല രസം തന്നെയാണ്. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഓരോ നാട്ടിലും ഓരോ ഇതുണ്ടല്ലോ. കൽക്കട്ടൻ്റെ ഒരു ഭാഗം തന്നെയാണ്, കൽക്കട്ടയിലൊരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ ധാക്കയിലൊക്കെ ഉള്ളത്. അതിൻ്റെ ഒരു ബാക്കി തന്നെയാണ് ഇവിടെ ഉള്ളത്.
കാരണം ബംഗാളിൻ്റെ ബാക്കിയാണല്ലോ ഉള്ളത്. രാവിലെ പുറപ്പെട്ടാണ് ധാക്കയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് രാത്രി 8 മണിയായിരിക്കും. അപ്പം ഇന്ന് നൈറ്റിലെ നമ്മളെ കോക്ക് ബസാർ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കോക്ക് ബസാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരമുള്ള സ്ഥലമാണ് ബംഗ്ലാദേശിലെ ഇത്. അതിൻ്റെ സെക്കൻഡ് നമ്മുടെ ചെന്നൈയിലുള്ളത് മറീന ബീച്ച്. ഈ കോക്സ് ബസാറിലൊരു അടിപൊളി പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അറിയുന്നത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് കാണാൻ പോകണം. തിരിച്ചു വിടുന്ന ട്രെയിൻ കിട്ടുമോ നോക്കണം. അപ്പോൾ അത് 2 ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റി കൂടി അങ്ങനെ പോകണം നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയിലെ ടൗണൊക്കെ ആണ്. എനിക്ക് രാത്രി ഇങ്ങനെ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല ഇത് ഓപ്പൺ ആയിട്ടുള്ള റിക്ഷ ആയതുകൊണ്ട് നല്ല സുഖമാണ്. കംപ്ലീറ്റ് നല്ല കാറ്റും കൊണ്ട് മറ്റേ ചില്ലിൻ്റെ ഉള്ളിൽ. ഇവിടുത്തെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. മറ്റേ ജയിലിലിട്ട പോലത്തെ ഓട്ടോറിക്ഷയാണ് ഇവിടെ ഉള്ളത് കംപ്ലീറ്റ്. ഇതിവിടെ സ്ട്രീറ്റിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സംഭവമാണ്, റോളർ ഐസ്ക്രീം. പക്ഷേ ഞാനിത് കഴിക്കുന്നില്ല, എനിക്കിതിനോട് വലിയ താല്പര്യമില്ല ഇപ്പോൾ. ഇത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് വരും. പിന്നെ അതിനങ്ങനെ ഇഷ്ടംപോലെ കാത്തു നിൽക്കുന്നുണ്ട് ഇവിടെ. ഫ്രൂട്ടാണ്, ഫ്രൂട്ട്സ് കണ്ടില്ലേ. ഇത് തിരോര കച്ചവടക്കാരാ. ഈ സുഗന്ധ ബീച്ചിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇവരാണ്, ഈ കച്ചവടക്കാരാണുള്ളത്. ശംഖിൻ്റെ കടലിലുള്ള സാധനത്തിൻ്റെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മാലകൾ, വളകൾ, പലവിധ ഐറ്റംസ് ഉണ്ട്. പക്ഷേ ഞാനിതൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല. കുറേ ഉണ്ട്. ഇത് ഒരേ ഐറ്റം തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഉള്ളത്. ഇത് സ്ട്രീറ്റിൽ കണ്ണ് കാഴ്ചയില്ലാത്തവർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈൽസാണ് ആ കാണുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഉണക്കമീനൊന്ന് കാണാം. ഇത് ചെമ്മീനാണ്. ഇഷ്ടംപോലെ മീനുള്ള നാടാണല്ലോ, കണ്ടില്ല. നല്ല സൂപ്പർ ചെമ്മീനും സൂപ്പർ മറ്റേ വത്തൽ എന്ന് പറഞ്ഞ സാധനം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടോളി. ഈ ഒരു ഏരിയ മൊത്തം ഉണക്കമീൻ കച്ചവടക്കാരാണ്. ഒരു ഏരിയ കംപ്ലീറ്റ് ഉണക്കൽ മാത്രമാണ് ഇവിടെ ഉള്ളത്, വേറെ ഒന്നുമില്ല. ഈ തൂക്കിട്ടത് ഏകദേശം ഒരാളെ വലുപ്പമുള്ള ഇതുണ്ട്. അത്രയും വലുപ്പമുള്ള മീനുകളൊക്കെ ആദ്യമായിട്ട് കാണാം, ഉണക്കമീനുകൾ. ഇത് ഇവിടുത്തെ ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് നമുക്ക് കയറി വെക്കാം. നമ്മുടെ നാട്ടിലെ വലിയ പലചരക്കട പറഞ്ഞാൽ അത്ര വലുപ്പമുള്ളൂ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഒക്കെ പല ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ഇവിടെ, ചോക്ലേറ്റും അതും ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് പിന്നെ ബാക്കിയുള്ള അവിടുത്തെ കാഴ്ചകളെ കാണാം നമുക്ക്. കാറിന്റെ സൺറൂഫ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ യാത്രയില്ല. അതേപോലെ അപ്പൊ ഇത് റിക്ഷയുടെ
ടോപ്പിൽ ഞാൻ നിന്നിട്ട് ഇങ്ങനെ പോകാൻ കോക്സ് ബസാറിൽ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ റെസിഡൻസാണ് പോകുന്നത്. ഇവിടെ മലയാളികളെ പല സ്ഥലത്തും പല രാജ്യത്തും നമ്മൾ മലയാളികളെ കണ്ടു. ഇവിടെ ഒരൊറ്റ മലയാളികളെ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. हमारा कैप्टन एक कैप्टन थे. ഈ കോക്സ് ബസാർ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടമാനം ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്. ടൂറിസ്റ്റ് ബസ് ഒരുപാട് വരുന്നുള്ളതുകൊണ്ടിരിക്കും. പിന്നെ ധാക്കാനെ അപേക്ഷിച്ചിട്ടൊക്കെ എത്രയോ നല്ല വൃത്തിയും നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ധാക്ക ക്യാപിറ്റലാണ്. ഇത് ക്യാപിറ്റലല്ല, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ധാക്ക ടൂറിസ്റ്റ് പ്ലേസ് അല്ല, അതുകൊണ്ടായിരിക്കും. നമ്മുടെ ഡ്രൈവർ പേരുണ്ടല്ലോ ക്യാപ്റ്റൻ, അദ്ദേഹം നല്ല പാട്ട് പാടുന്നു. ഹിന്ദി പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡും പുറത്തുള്ള കാറ്റും ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് കേൾക്കാത്തത്. ഈ കാണുന്നതാണ് കോക്സ് ബസാർ റെയിൽവേ സ്റ്റേഷൻ. ഇതിന് വേറൊരു പേരുണ്ട്, കസബജാർ റലയോയ എന്ന സ്റ്റേഷൻ എന്നതിന് പേരുണ്ട്. അത് വായിൽ കിട്ടാത്തൊരു ഇതാണ്. 2023 നവംബർ 11 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ്. അത്രയും പുതിയ റെയിൽവേ സ്റ്റേഷനാണിത്. ഇതാണ് കോക്സ് ബസാറിലെ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ താഴെ ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ട റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നില്ല, വേറെന്തോ ഒരു സംഭവം. അത്രക്കും നല്ല സൂപ്പറായിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ. ഇത് കണ്ടമാനം റിക്ഷകളുണ്ട്. റിക്ഷകളുടെ സമ്മേളനമാണ് തോന്നും കണ്ടാൽ, അത്രക്കുണ്ട്. കാര്യം അതിൻ്റെ അർത്ഥം അത്രയും പാസഞ്ചേഴ്സ് ഉണ്ടാവും എന്നുള്ള നിലക്കാണ് ഇത് ഉള്ളത്. റിക്ഷ എന്ന് പറഞ്ഞാൽ സൈക്കിൾ റിക്ഷ മാത്രമല്ല, ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ അങ്ങനത്തെ ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കിൻ്റെ മുകളിൽ പിന്നെ കവറിങ് ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി മോഡലും ഉണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ അവിടേക്ക് പിന്നെ 200 ഇതാക്കിയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ മടങ്ങിപ്പോവാണ്. 200 അധികമൊന്നുമില്ല, അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 6 കിലോമീറ്ററിൻ്റെ മുകളിൻ്റെ ഉണ്ട് കോക്സ് ബസാർ, നമ്മുടെ ഹോട്ടലിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ ട്രെയിനിന് നമ്മൾ എന്തായാലും പോണില്ലാന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് നമ്മളെ ഡ്രൈവർ. ട്രെയിൻ സർവീസ് ഒരു 3-4 ദിവസത്തിനില്ല. അപ്പോൾ അത്രയും തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നത് നഷ്ടമായി. പക്ഷേ നഷ്ടമൊന്നുമില്ല. ഈ ഒരു റെയിൽവേ സ്റ്റേഷനും ഈ ടൗണൊക്കെ ഒന്ന് കറങ്ങി കാണാനായി. അല്ലെങ്കിൽ പിന്നെ റൂമിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും, കാരണം അല്ലെങ്കിൽ പിന്നെ ക്ഷീണം കാരണം. അപ്പോൾ ഏതായാലും സ്റ്റേഷനൊന്ന് കാണാനായി, അപ്പോൾ ഈ ടൗണൊന്ന് കാണാനായി. അപ്പോൾ ഇനി നമ്മളുടെ മടക്കം 2 ദിവസം കഴിഞ്ഞിട്ട് ബസ്സിനായിരിക്കും. ഇനിയിപ്പോൾ ബസ്സിനും ടിക്കറ്റ് ഇതേപോലെ ബുക്ക് ചെയ്യണം. ഒക്കെ ബുക്കിംഗാണ്. സ്ലീപ്പിംഗ് ബസ് കിട്ടും, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇത് ഇവിടുത്തെ ഒരു റൗണ്ട് അബൌട്ടാണ്. ഇവിടേക്ക് ഡോൾഫിൻ റൗണ്ട് അബൌട്ട് എന്ന് അവിടേക്ക് പറയാം. കണ്ട ഡോൾഫിനൊന്നുമല്ല, വല്ല സ്രാവോ ചൂരമീനോ അങ്ങനെ എന്തോ ഒന്നാണ് ഇതുള്ളത്. അത്രണ്ട് ഫിനിഷിംഗ് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. പണി ഇനി ചെയ്യാൻ ബാക്കിയുണ്ടോ എന്നുള്ളത്. ഞാനിപ്പം ധാക്കയെന്നല്ല ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇനി തിരിച്ച് നമ്മൾ ഈ കോക്സ് ബസാറിൽ നിന്ന് ധാക്കയ്ക്ക് പോകണമെന്നില്ല, നാട്ടിലെ ബംഗ്ലാദേശ് കഴിഞ്ഞ് പോകണമെങ്കിൽ.
അതായത് ധാക്ക ടച്ച് ചെയ്യാതെ ഇവിടെ ജയ്ഷോർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് ഈ കോക്സ് ബസാറിൽ നിന്ന് നേരിട്ടിട്ട് ബസ്സുകളുണ്ട്. അപ്പോൾ അങ്ങനെ പോവുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് എത്തുകയും ചെയ്യും. ഏകദേശം ഒരു 12 മണിക്കൂറിൻ്റെ സമയമുണ്ട്. മറ്റേ ധാക്കയിൽ പോയി പിന്നെ ധാക്കയിൽ നിന്ന് പിന്നെയും പോർന്നാൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ടിൻ്റെ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി തിരിച്ചു പോവാണ്. കോക്സ് ബസാർ പിന്നെ ബീച്ച് കണ്ട് അവിടുന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷൻ കണ്ട് ഇനി കിടന്നുറങ്ങണം. ഇപ്പോൾ സമയം രാവിലെ 6:15. ഞാൻ നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ള ജനലിലോടുള്ള കാഴ്ചയാണ്. ഞാൻ അവിടെയുള്ള ഫ്രണ്ട് റോഡിന് ചാരിയിട്ട് ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ. രാത്രിയിൽ നമ്മൾ ഹോട്ടലിൽ കാണാൻ പറ്റിയിട്ടില്ല. ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതിൽ 6ാം നിലയിലാണ് നമ്മുടെ റൂം. 609 നമ്പർ റൂമിലാണ് നമ്മളുടെ റൂമുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് കോക്സ് ബസാറിൽ രാവിലെ 6:30 മണിക്കാണ്. 6:30 മണിക്ക് നമ്മളെ ബീച്ച് കാണാൻ പോവുകയാണ്. ഈ ബോർഡിൽ കണ്ടില്ലേ സുഗന്ധ ബീച്ച്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒരുപാട് ബീച്ചുകളുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന ബീച്ച്. ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്. പക്ഷെ രാത്രി അങ്ങോട്ട് കാര്യമായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ തെരുവച്ചവടക്കാരൊക്കെ വന്നിരിക്കുന്നത് കോക്സ് ബസാറിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അടിച്ചുവാരലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നടന്നു വരികയാണ്. ഇവിടെ വലിയൊരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ആളുകൾ കൂടിയിരിക്കുന്നത്. തെരുവച്ചവടക്കാർ മാത്രം കുറച്ച് കുറവുണ്ട്. അവരുണ്ട്, ഇല്ലയെന്നില്ല. ഇതാണ് അത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കടലൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ഞാൻ തരുന്നുണ്ട്. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മണലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങനെ അങ്ങോട്ടേക്ക് പോകണം. ഇവിടെ സുന്ദരനായ ഒരു വൈറ്റ് കുതിര ഉണ്ട്. ചെന്നൈയിലെ മറീന ബീച്ചിൽ ഞാൻ മുമ്പ് ഒരു ഇതുപോലെ കുതിരസവാരി നടത്തിയിരുന്നു. ഇവിടെ പറ്റിയാൽ ഇവിടെ ഒന്ന് നടത്തണം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കടൽ തീരം, ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഈ കാണുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഒന്നല്ല, ഇത് പ്രൈവറ്റിൻ്റെ ആണ്. അപ്പോൾ അതിൽ ഇരിക്കാൻ ചാർജ് ഉണ്ട്. ഇതിന് ഏജൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ ഇരിക്കുന്നതിന് മണിക്കൂറിന് ചാർജ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വാടക കൊടുക്കുന്നില്ല. ഇവിടെ പൊതുവെ ഇങ്ങനെ മലന്ന് കിടക്കുക, നല്ല വെയിലുള്ളാൻ വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാരൊക്കെ കണ്ടിട്ടില്ലേ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോക്സ് ബസാർ. കോക്സ് ബസാർ എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ നമ്പർ 1 തീരം, നീളത്തിലുള്ള തീരമുള്ള സ്ഥലമാണ്. ഫസ്റ്റ് ഉള്ളത് ചെന്നൈയിലെ മറീന ബീച്ച്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് ഉള്ളത് ചെന്നൈയിലെ മറീന ബീച്ച്. ഇത് ഫസ്റ്റ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കോക്സ് ബസാർ. വിദേശികളായിട്ടും സ്വദേശികളായിട്ടും ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ കോക്സ് ബസാർ സന്ദർശിക്കാതെ ആരും പോകരുത്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്നതൊക്കെ ഫ്രീ ആട്ടോ, പൈസ കൊടുത്തിട്ടില്ല. ഇതാണ് ഒരു
ആ ജീപ്പ് ഇതിലുണ്ട്. പിന്നെ ഒരു കുതിര ഇതാ പോകുന്നത് ഇതിനെ പുറത്തുകൂടി. ഞാൻ കുതിരമ്മ കയറിയിട്ടില്ല, നോക്കട്ടെ, ടൈം ഉണ്ടെങ്കിൽ ഒന്ന് കുതിരമ്മ കയറണമെന്നുണ്ട്. ഈ സൈഡിലിരിക്കുന്ന ഈ സാധനം കണ്ടില്ലേ, ഇതിന് 1 മണിക്കൂറിന് 60 ദാക്കയാണ് ചാർജ്. കണ്ടമാനുണ്ട് ഇത് നീളത്തിലങ്ങനെ വെച്ചിരിക്കുന്നത്. ഇത് കൂടുതലും ഫില്ലാകൽ രാത്രി സമയത്താണ്. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ വന്ന സമയത്ത് കംപ്ലീറ്റ് ഫുള്ളായിരുന്നു. ഇപ്പൊക്കെ കാലിയായി കിടക്കുന്നുണ്ട്. ഇതിനൊക്കെ ഏജൻറ്റുമാരുണ്ട്. നമ്മളവിടെ ഇരുന്നാൽ അപ്പോൾ വരും അവർ. വെറുതെ ഇരിക്കുന്നതിന് കുറച്ചേരം ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുതിരസവാരി ഉണ്ട്. പിന്നെ നമ്മുടെ 4 ചക്രമുള്ള വലിയ ജീപ്പ് ഉണ്ടല്ലോ അതുണ്ട്. പിന്നെ ഒരുപാട് സംവിധാനം. ഇതാണ് ആ പോകുന്ന ജീപ്പ്. പിന്നെ നമ്മുടെ സാധാരണ വലിയ ടയറുള്ള സൈക്കിളും ഇതിൽ ഓടുന്നുണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ബംഗ്ലാദേശിൽ വന്ന ശേഷം ഇന്ന് വരെയായിട്ടും ഒരു മലയാളിനെ പോലും കണ്ടിട്ടില്ല. നമ്മുടെ മലയാളികൾ ആരും ബംഗ്ലാദേശിലേക്ക് വരുന്നില്ല. ശരിക്കും ബംഗ്ലാദേശ് ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ കാണാൻ. പ്രകൃതിദത്തമായ നീണ്ട തീരം തന്നെ. ഇതാണ് ആ നീണ്ട തീരം ഇങ്ങനെയുള്ളത്. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടുണ്ടെന്നൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ടല്ലേ. ഇതിങ്ങനെ നീളത്തിൽ 120 കിലോമീറ്റർ അങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ഭാഗമാണ്. അങ്ങനെയാണ് ഇതിന് വേൾഡിൽ ഇത് ഫേമസ് ആയിട്ടുള്ളത്. ഉണ്ടല്ലേ, അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നതും കിടക്കുന്നതും ഈ സംഭവം ഇവിടെ ഇങ്ങനെ നീളത്തിൽ അങ്ങ് ദൂരം വരെയുണ്ട്. ഒരുപാട് നീളത്തിലുണ്ട്. അതിന് 1 മണിക്കൂറിന് ചാർജ് ഈ ബംഗ്ലാദേശിൻ്റെ 60 ദാക്കയാണ്. ഉദാഹരണത്തിന് 1000 ദാക്ക കിട്ടണമെങ്കിൽ നമ്മുടെ 720 രൂപ കൊടുത്താൽ മതി. ഇന്ത്യൻ്റെ മണിക്ക് മൂല്യമുള്ളതാണ്. ബംഗ്ലാദേശിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കോക്സ് ബസാർ എന്നുള്ളത്. ഈ കോക്സ് ബസാർ എന്നതിൻ്റെ പേര് വരാൻ കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ ഹിറം കോക്സ് 1799 അദ്ദേഹം മരണപ്പെട്ടിരുന്നു. മുമ്പ് ഈ ബംഗാളിൻ്റെ ഗവർണറായിട്ട് വാറൻ ഹേസ്റ്റിംഗ് എന്ന് പറഞ്ഞ ആളെ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഈ ക്യാപ്റ്റൻ ഹിറം കോക്സിനെ ഇവിടെ നിയമിച്ചിരുന്നത്. ഈ നിയമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അഭയാർത്ഥികളെ പുനരധിവാസ ജോലി നല്ല വൃത്തിയായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഇരുന്ന്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടുപോയി. 1799 ഇത് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. അതിന് ശേഷം പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കോക്സ് ബസാർ എന്നുള്ള പേര് കൊടുത്തിട്ടുള്ളത്. 1869 ഈ കോക്സ് ബസാർ ടൗണ് രൂപീകരിച്ചത്. പിന്നീട് 1989 ബി ഗ്രേഡ് മുനിസിപ്പാലിറ്റി ആയി ഈ ഒരു ഭാഗം. ദക്ഷിണ പൂർവ്വ ബംഗ്ലാദേശിലെ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നീണ്ട പ്രകൃതിദത്തമായ കടൽ തീരത്തിന് പേരുകേട്ട സ്ഥലമാണ് ഈ കോക്സ് ബസാർ. അതായത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ സ്വാഭാവിക കടൽത്തീരാണ് ഈ കോക്സ് ബസാർ. പിന്നെ ഇവിടെ മനോഹരമായ ചെരുവോട് കൂടിയ 120 കിലോമീറ്റർ കടൽത്തീരാണ് ഇതിനുള്ളത്. 120 കിലോമീറ്റർ. ഈ കോക്സ് ബസാറിനെ പനോവ എന്ന പേരിലും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. അതായത് പനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ പുഷ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ പഴയ പേര് പാലോങ്കി എന്നായിരുന്നു. ഇവിടെ ഈ വരുന്ന തിര ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നമ്മളുടെ ഏകദേശം ഇത്ര വരെ തിര ചെയ്യാറുള്ള സമയം ഉണ്ടാകാറുണ്ട്. ഇവിടുത്തെ കാക്കനെ കണ്ടോളൂ. ഇതിൻ്റെ ഫുൾ ബ്ലാക്ക് തന്നെയാണ്. പക്ഷേ കഴുത്തിൻ്റെ അവിടെ മാത്രം വേറൊരു കളറാണ്. ഈജിപ്തിലൊക്കെ ഈ കാക്കൻ്റെ കഴുത്ത് വൈറ്റ് കളറാണ്. നമ്മുടെ നാട്ടിലുള്ളത് അറബിക്കടലാണ്. ഇത് ബംഗാൾ ഉൾക്കടലാണ് ഈ കാണുന്നത്.
എനിക്ക് ഈ കടൽ കാണുക എന്നുള്ള രസത്തിനല്ല. ഞാൻ കോഴിക്കോട് ജനിച്ചു വളർന്ന് പഠിച്ചതൊക്കെ കടപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ്. കടൽ രണ്ടും അടുത്താണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ തീരമുള്ള അത് കാണാൻ വരാമെന്നുള്ളൊരു നിലക്കാണ് ഇപ്പോൾ ഇവിടേക്കാണ് ഈ കോക്ക് ബസാറിലേക്ക് എത്തിയിട്ടുള്ളത്. ചിറ്റഗോങ്ങിലാണ് ഇതുള്ളത്. ഇവിടെ ഒരു ജനസമുദ്രമാണ്. ഇവിടെ ഇഷ്ടം പോലെ ജനങ്ങളാണ്. രാവിലെയും രാത്രിയൊക്കെ ജനങ്ങളെ കൊണ്ട് തിരക്കാണ്. പൊതുവെ വിദേശികൾ ഇവിടെ അധികം കാണാറില്ല. വളരെ കുറവാണ്. വിരലെണ്ണാവുന്ന കുറച്ച് യൂറോപ്യന്മാർ മാത്രമേ ഉള്ളൂ. കൂടുതലും ഈ ബംഗ്ലാദേശിലുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ കാണാറുള്ളത്. ഒരൊറ്റ മലയാളിയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ നീളത്തിലുള്ള കടൽ തീരം ഉള്ളതുകൊണ്ട് ഇവിടെയുള്ള കുറേ കുടുംബങ്ങൾ കഴിഞ്ഞു പോകും. ഇതിപ്പോൾ ഇതേപോലെ വലിയൊരു കസേരയാണ് ഉണ്ടല്ലേ. ഇതിൻ്റെ മുകളിൽ കയറി ഇരിക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കയാക്കിങ്ങിൻ്റെ ഇതുണ്ടല്ലോ, അതിവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതൊക്കെ വാടക കൊടുക്കാനുള്ളതാണ്. പിന്നെ ട്യൂബുകളുണ്ട്, നല്ല മഞ്ഞ കളറാണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ്. അതവിടെ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതങ്ങനെ വെച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏകദേശം ഇതിനൊക്കെ ഇദ്ദേഹത്തിൻ്റെ അരിപ്രശ്നത്തിലുള്ള കാര്യമാവും. ഇതൊക്കെ അവിടെ തൂക്കിയിടുന്നുണ്ട്. ഇതൊക്കെ വാടക കൊടുക്കാനുള്ളതാണ് ഉണ്ടല്ലേ. നല്ല ഉയരമുള്ളൊരു കസേര, അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാനൊരു ആഗ്രഹം ഉണ്ടായി, നടക്കും തോന്നുന്നില്ല. ട്യൂബ് പോകാതിരിക്കാനൊരു കോലിനുള്ളിൽ ഇട്ടിരിക്കുകയാണ് അവിടെ. ചെറായി ബീച്ചിൽ നമ്മൾ എങ്ങനെയാലും മാസത്തിൽ 1-2 പ്രാവശ്യം പോകും. പോയി കുടിച്ച് തകർത്ത് പോകാം.
സമയത്രായി आपका नाम क्या है? उलकमीन। ഇവന് അടക്ക തോട് പറഞ്ഞ അടക്ക മുറിക്കുകയാണ്. വെറ്റിലടക്കൻ്റെ കച്ചവടമാണ് ഇവൻ്റെ അടുത്തുള്ളത്. ഇവരൊരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഈ വെറ്റിലടക്ക മുറിക്കുക എന്നുള്ളത്. അപ്പൊ ഞാന് ബംഗ്ലാദേശിലെ കോക്ക് ബസാറിൽ നിന്ന് പുറത്തേക്ക് കിടക്കാണ്. ഇതിന്റെ സൈഡിലൂടെ കംപ്ലീറ്റ് ഇങ്ങനെ ബിൽഡിങ്ങുകളാണ്, കെട്ടിടം. ഇപ്പൊ കുറെ തീരം ഇവർ കവർ ചെയ്തിട്ട് ബിൽഡിങ്ങുകൾ കെട്ടിക്കുന്നു. ഞാനിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോട്ടെ. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പിന്നെ റിക്ഷ വിളിച്ചിട്ട് വേണം അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ. രാവിലെ ഒരു കോഴിമുട്ട കഴിക്കാൻ പുതിയതാണ്. ഞാൻ സുഗന്ധ ബീച്ചിൽ നിന്നിട്ട് പുറത്ത് കറങ്ങി ഉടനെ തന്നെ ഉണ്ട് ഇവിടെ ഒരു നല്ല ഫ്രഷ് മറ്റേ ഗിരിക്കോയിൻ്റെ മുട്ട വെക്കുന്നു. അപ്പോൾ അതൊന്ന് കഴിക്കാൻ ധരിച്ചു. ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഈ നാര് കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. ഇങ്ങനെ മുറിക്കുക, പിന്നെ ഇവരൊരു സ്പെഷ്യൽ മസാല, ബംഗാളി മസാല, അത് കൊടുക്കുക, തിന്ന്. ഇതാണ്. അപ്പം ഇനി ഞാനൊന്ന് കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ബംഗ്ലാദേശിലത്തെ കോഴിമുട്ടയാണ്. എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിലിത് കിട്ടൽ കുറവാണ്. ഇവിടെ ബംഗ്ലാദേശിൽ മൊത്തം ഈ ഒരു കോഴിമുട്ട വിൽക്കുക. 25 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ ചാർജ്. ഒരു ലൗലി പോപ്പ് മുട്ടായിൻ്റെ വലുപ്പം കണ്ടോ? എൻ്റെ കയ്യിൻ്റെ ആ പള്ളൻ്റെ അത്ര വലുപ്പമുണ്ട് അതിൻ്റെ ഇത്. ഇവിടെ ചെറിയ പയ്യന്മാർ മറ്റേ തെരുവച്ചോടം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ പയ്യനാണ്. ഒരുത്തനിങ്ങനെ റോട്ടിൽ കടന്നുറങ്ങുന്നുണ്ടല്ലേ, പുതപ്പൊക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ സ്ട്രീറ്റിലാണ് കിടക്കുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല തന്തൂർ റൊട്ടി ഉണ്ട് ഇവരെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്തൂർ റൊട്ടി. ഇതാണ് ആ റൊട്ടി. അതും നല്ല വെജിറ്റബിൾ കറിയും സലാഡും ഒരു മുട്ട ഓംപ്ലേറ്റും ഉണ്ട് ആ കൂട്ടത്തിൽ. ഇതൊക്കെ കൂടി ഇതിന് 270 ഇതാക്കിയാണ് ചാർജ്. ഇവിടെയാണ് ഇത് ഉണ്ടാക്കുന്നത്, തന്തൂർ റൊട്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇതവിടുത്തെ മുനിസിപ്പാലിറ്റി ഇപ്പം ഞാൻ കഴിച്ച ഹോട്ടലിൽ നിന്ന് വേസ്റ്റ് എടുക്കുകയാണിത്. അപ്പോൾ ഒന്ന് കണ്ടോളൂ. മുനിസിപ്പാലിറ്റി വേസ്റ്റ് എടുക്കുന്ന സംഭവമാണ്. മുനിസിപ്പാലിറ്റി ഇവിടുത്തെ ഡ്രെയിനേജ് ഇട്ട് ക്ലീൻ ആക്കുന്നുണ്ടല്ലേ, ചളിയൊക്കെ കോരി റോഡ് സൈഡിൽ തന്നെ ഇടുന്നത്. ഇനി രണ്ടാമത് തിരിച്ചത് കൊണ്ടുപോകും തോന്നുന്നു.
ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. ഇവിടെ മൊത്തം ഇതന്നെയാണ് കടയിലുള്ള എല്ലാ കടയിലും കുറേ സാധനങ്ങളുണ്ട്. നല്ല സൂപ്പർ സംഭവങ്ങൾ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. പക്ഷേ കൊണ്ടുവരാനാണ് വലിയ ബുദ്ധിമുട്ട്. ലഗേജിലാക്കിയിട്ട് കുട്ടികളെ കൊണ്ടുപോകണം. ഇതൊരു തേങ്ങടലേരനാണ്. മുമ്പും ഇവനെ കണ്ടിരുന്നതാണ്. ഇവൻ്റെ തേങ്ങ പറിച്ചതിൻ്റെ കോട്ടയാണ് കൊണ്ടുപോകുന്നത്. 6 ഉണ്ട് ഇവൻ്റെ കയ്യിൽ. കോക്ക് ബസാറിന്റെ അടുത്തുള്ള കുൽജിബിൽ ബാർ, അതാണ് ഇതിന്റെ പേര്. ഇവരെ പിന്നെ പ്രൊണൗൺസിയേഷൻ നമുക്കൊന്ന് പെട്ടെന്ന് തിരിയൂല. ഇതൊരു കൊളാണ്. കുളം എന്ന് പറഞ്ഞാലും പോരാ, ഒരു 1.5 കുളമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇവിടുത്തെ കുറച്ച് കേബിളുകൾ കണ്ടോളി. കേബിളിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഉണ്ടല്ലേ? എത്രയാണ് ഇതിൻ്റെ ഒരു കെട്ട് കണ്ടില്ലേ? അങ്ങോട്ട് ഇങ്ങോട്ട്. ധാക്കയിലും ഇതന്നെ അവസ്ഥ. ചിറ്റാഗോങ് ചെന്നപ്പോൾ അവിടെയും ഇതന്നെ അവസ്ഥ. ഇവിടെ കോക്ക് ബസാറിലും ഇതന്നെ അവസ്ഥ. മൊത്തം കേബിളുകളൊക്കെ പുറത്തു കൂടിയാണ്. നമ്മുടെ വാഴക്കൊലൻ്റെ അറ്റത്തുള്ള സാധനം ഉണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഇപ്പുറത്ത് കർമൂസ് വെക്കുന്നുണ്ട്. ഇത് നമ്മളുടെ അടക്ക, നമ്മുടെ കേരളത്തിലുള്ള അതേ സാധനങ്ങളൊക്കെ ഇവിടെയും കിട്ടും. ഒരു നായ ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പിന്നെ ഒഴിവാൽമേൽ ഇരിക്കുന്ന വയസ്സന്മാരെ കണ്ട നമുക്ക് ഇവരെ കയ്യിൽപ്പെട്ട ആൾക്കാർ. Hey, time pass. जी सर. വേറെ ടൈം പാസ്സാണ്. ഇവിടെ മദ്യപാനല്ല, പിന്നെ സിഗരറ്റ് ഉണ്ട്, പിന്നെ അടക്ക വെച്ചിട്ട് മദ്യം ഇവിടെ വിൽപ്പനല്ല. അപ്പൊ ഇവരെ എങ്ങനെയെങ്കിലും ഒരു ടൈം പോകണ്ടേ, നല്ല കളിയാണ്. ഈ കുളത്തിൻ്റെ ചുറ്റും ഞാൻ നേരത്തെ കണ്ട ആ കളികളും കച്ചവടങ്ങളും ആ വയസ്സന്മാരിരിക്കലും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് റോഡാണ്. ഒരു ഭാഗം ഇങ്ങനെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഇല്ല, ആ ഒരു ഭാഗം കംപ്ലീറ്റ് റോഡാണ് നിൽക്കുന്നത്. ഇതൊരു ലോങ് വ്യൂ ആണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു കുളമാണിത്. ഇതൊരു ടൗണിന്റെ നടുക്ക് ഒരു വലിയൊരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വന്നിരിക്കാൻ സ്റ്റെപ്പുകളും കാര്യങ്ങളും അതും ഉണ്ട് ഇവിടെ. ഇവിടെയുണ്ട് കുറച്ച് സ്ഥലം. അങ്ങനെ ഒരു സ്ഥലം ഇവിടെയും ഇറങ്ങാൻ, ഒരു സ്ഥലം അവിടെയും. ഈ ഒരു പരിസരത്ത് നോൺ മുസ്ലിംസ് കൂടുതൽ താമസിക്കുന്ന ഏരിയയാണ്. അവരൊരു അമ്പലമൊക്കെ ഉണ്ട്, ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്. ഇതാണ് നമ്മളുടെ വാഹനം. ഞാൻ പറഞ്ഞ ബൈക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പോവുകയാണ്. നമുക്ക്
റോഡ് സൈഡിലെ കുറച്ച് കാഴ്ചകൾ കാണാം. പച്ചക്കറി കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതുപോലത്തെ വണ്ടിയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഈ കോക്ക് ബസാറിൽ. മറ്റേ ചവിട്ടുന്ന റിക്ഷയ്ക്ക് മോട്ടർ വെച്ചത് ഇവിടെ പൊതുവെ കുറവാണ്. പിന്നെ വേറെ തരം ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഇവിടെയൊക്കെ പച്ചക്കറി കച്ചവടങ്ങളാണ്. ഇവിടെ ഈ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടായ ശേഷം ഇവിടുത്തെ ഷെയ്ഖ് ഹസീന നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നില്ലേ, ഇവിടെ അമ്പലങ്ങൾ പൊളിച്ചു, അമ്പലങ്ങൾ തകർത്തു എന്നൊക്കെയുള്ള കുറേ പബ്ലിസിറ്റിയൊക്കെ വാട്സപ്പിലൂടെ വന്നിരുന്നു. അപ്പം ഞാനിവിടെ അന്വേഷിച്ചിരുന്നു ഇവിടെ അങ്ങനെയൊക്കെ എന്തൊക്കെ അവസ്ഥ, മതസൗഹാർദ്ദം ഉണ്ടോ ഇവർ തമ്മിൽ, പിന്നെ അമ്പലം തട്ടിയെടുക്കലുണ്ടോ, അമ്പലം പൊളിക്കലുണ്ടോ, പൊളിച്ചിരുന്നോ. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞു അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ഇവിടെ അങ്ങനത്തെ, അതൊക്കെ വെറുതെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. ഇവരെല്ലാവരും സൗഹൃദത്തിലാണ്. പൊതുവേ ബംഗാളികൾ പൊതുവേ സൗഹൃദത്തിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഒരു കട നടത്തുകയാണെങ്കിൽ ആ കടനോട് ബന്ധപ്പെട്ട് കുറേ കടകളുണ്ടാവും. അപ്പോൾ ഒരു കോഴിമുട്ട പുഴുങ്ങി വിൽക്കുന്ന കടയാണെങ്കിൽ കംപ്ലീറ്റ് കോഴിമുട്ടി പുഴുങ്ങുന്ന കട തന്നെ എടുക്കും. ഇപ്പോൾ ശംഖ് പിന്നെ ഷെല്ലുകൊണ്ടുള്ള സാധനം വിൽക്കുകയാണെങ്കിൽ എല്ലാതും ഷെല്ലുകൊണ്ട് വിൽക്കുന്ന സാധനം. അങ്ങനെ ഒക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെയുള്ള ഒരു ഉണക്കമീനാണ്, ഉണക്കമീൻ്റെ കട കംപ്ലീറ്റ് അങ്ങനെയാണ്. ഇത് മോട്ടോർ സൈക്കിളും അല്ല, സൈക്കിളും അല്ല, റിക്ഷയല്ല, അങ്ങനത്തെ ഒരു സാധനമാണിത്. കോക്സ് ബസാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം രാത്രിക്ക് എത്തില്ല നല്ല. രാത്രി എന്ന് കഴിഞ്ഞാൽ രാത്രിയിലെ ആ കടൽത്തീരമൊക്കെ കണ്ട്, പിന്നെ അത് കഴിഞ്ഞ് രാവിലെയും കടൽത്തീരമൊക്കെ ഒന്ന് കണ്ട്, പിന്നെ ഇവിടുത്തെ കുറച്ച് അമ്പലങ്ങളും ഇവിടെ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അത് കണ്ട് ടൗണിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു ഏരിയ ഉള്ളൂ ഈ കോക്സ് ബസാർ ഉള്ളത്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്ന രാത്രി പോയിരുന്ന ആ സ്ട്രീറ്റ് തന്നെയാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഞാൻ നട്ടുച്ച സമയമാണ് ഇപ്പോൾ ഇതിലൂടെ പോകുന്നത്. ഇവിടെ അങ്ങനെ ഈ ഒരു വണ്ടി വിളിച്ചാൽ മതി, മോട്ടോർ സൈക്കിൾ പോലത്തെ വണ്ടി വിളിച്ചിട്ട് പോവുകയാണ് ഏറ്റവും ഉത്തമം. പിന്നെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കാണാൻ മറക്കരുത്. നല്ല അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു കോക്സ് ബസാറിലെ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഇവിടുന്ന് ഷെല്ലുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. ഞാൻ മുമ്പ് കാണിച്ചില്ലേ, ഞാനെന്താ മേടിക്കാത്തത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് മേടിക്കാത്തത്. അതും നല്ലതാണ് ഇവിടുന്ന് മേടിച്ചു കൊണ്ടുപോകുന്നത്. ഇത് വലിയൊരു സ്റ്റാർ ഹോട്ടലാണ്, പാരഡൈസ്. ഇതൊരു ഓട്ടോറിക്ഷയല്ല, പിന്നെ റിക്ഷയല്ലാത്ത സാധനം. നമ്മുടെ ബൈക്കിൻ്റെ മുകളിൽ കവറൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്, അതിലാണ് പോകുന്നത്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയൊക്കെ തെങ്ങുകളുണ്ടല്ലേ, ഇതൊക്കെ തെങ്ങാണ്. ഇത് അത്യാവശ്യം പുഷ്ടിയൊക്കെ ഉള്ളൊരു തെങ്ങാണ് ഈ കാണുന്ന തെങ്ങുകൾ. ഇപ്പം നമ്മളിന്ന് പോകുന്നത് ഇവിടെ ഒരു ബുദ്ധ അമ്പലമുണ്ട്, ഫേമസ് ആയിട്ടല്ല, ആ ഒരു ബുദ്ധ അമ്പലമാണ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അത് കോക്ക് ബസാറിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 5ഓളം കിലോമീറ്റർ ഉണ്ട്. 200 ദാക്കിയാണ് ഇങ്ങോട്ടേക്ക് ഈ വണ്ടിക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അടുത്ത് എത്താനേക്ക്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ആ ബുദ്ധമന്ദിറിൻ്റെ എൻട്രൻസ്, അതിലേക്കുള്ള കവാടം. അപ്പോൾ ഞാനിനി ഇതിൻ്റെ അകത്തേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ കട്ട വിരിച്ചിരിക്കുന്നത്. പൊതുവേ 2 സൈഡിലും നെറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്, നെറ്റിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ പോയാലും അറിയാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ 2 വഴി, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉണ്ട് വഴി. അപ്പോൾ ഇതിലേ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പാമ്പിൻ്റെ ഒരു പ്രതിമ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരാളുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കട്ടെ കാര്യങ്ങൾ. This temple here, this Buddhist temple. Nam? Ogomadakyang. Ogoma? Ogomadakyang. Ogomadakyang, more 2 temple here. Mahashindegi, Ogomadakyang.
Which one big? This one big? This one big. Another one where? Another one here inside Ramu. Very far from here? Sleeping Buddha 100 feet. 100? 100 feet. Sleeping Buddha here. Ramu. ഇവന് ഇവിടുത്തെ ഒരു കാര്യസ്ഥനാണ്. ഇപ്പം നമ്മൾ ചെരുപ്പ് കൂരിട്ടിരിക്കുന്നത്. ചെരുപ്പ് ഇങ്ങോട്ടേക്ക് പ്രവേശനമല്ല, അവിടെ ചെരുപ്പ് അവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. ആ പാമ്പിൻ്റെ തല ഉണ്ടല്ലേ, അതുവരെയുള്ള ചെരുപ്പിടാൻ പറ്റുക. ഇതൊക്കെ ഒരു മരത്തിൻ്റെ പീസാണ് കാണുന്നതൊക്കെ. അപ്പോൾ അവൻ്റെ പിന്നാലെ അങ്ങനെ പോവുകയാണ്. അവൻ നമുക്കൊരു ഗൈഡായിട്ട് വരികയാണ്. ഇവിടെയൊക്കെ മറ്റേൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പൈസ മറ്റേ ദാക്ക കൊടുക്കണം. അപ്പോൾ അവൻ ഇതൊക്കെ കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഗ്രിൽസിൻ്റെ കൂട്ടിനുള്ളിട്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനമല്ല, അതിൻ്റെ ഉള്ളിൽ കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫുൾ വ്യൂ. നമ്മുടെ ഹിമാചൽ പ്രദേശിൽ പോയി കഴിഞ്ഞാൽ കാണാം, അങ്ങനത്തെ കുറേ ഉണ്ടാവും അവിടെ. അപ്പം ഇനി ഇതിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇത് കംപ്ലീറ്റ് ഈ പാസേജ് കംപ്ലീറ്റ് കട്ട വെച്ചിരിക്കുന്നത്, പക്ഷേ ചെരുപ്പിടാൻ സമ്മതിക്കൂല, അതാണുള്ള വിഷയം. പക്ഷേ ആകെ ചളിവിളിയാണ് ഇവിടെ. ഇവിടെ ഇതേപോലെ വലിയൊരു ബിംബവും കാര്യങ്ങളും ഉണ്ട് ഈ ഒരു ഭാഗത്ത്. ഇവിടെ പിന്നെ മരിച്ചവരെ അടക്കിയ സ്ഥലമാണിത്. Cover 5 person. 5 member. Yes. Ladies or Gents. I'm Muslim. Hujur. This Rakhine. Monk. ബുദ്ധ അമ്പലത്തിൻ്റെ കാര്യസ്ഥൻ നമ്മളെ മുസ്ലിമാണ് ഇദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ മുസ്ലിങ്ങളും എല്ലാവരും സൗഹൃദത്തിലാണ്. ഇവൻ പറഞ്ഞു ഇവിടെ വേറൊരു കാര്യസ്ഥനും കൂടി ഉണ്ട്. അവനൊരു പിന്നെ നോൺ മുസ്ലിം ആണ്. അദ്ദേഹം വിശദമായിട്ട് ഇവന് എത്ര ഇംഗ്ലീഷ് അറിയില്ല, ഒപ്പിച്ചിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ. വേറൊരുത്തനുണ്ട്, അവൻ ഇംഗ്ലീഷ് നല്ലോണം അറിയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു അമ്പലത്തിൻ്റെ ഉൾഭാഗമുണ്ട്. ഇതിൽ തന്നെ കുറേ സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് കയറുകയാണ്. ഇതിന് വേറെ സൈഡുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തെ ഭാഗങ്ങൾ. കൂടുതലും ഇങ്ങനെ പ്രതിമകൾ തന്നെ ഉള്ളത്, കാര്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ മറ്റവനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. Bodhi is meditation is actually the same tree. I'm Buddhist. Bodhi. But this one Bodhi tree. This tree is collection from India, Buddha Gaya, Mahabodhi temple. They are all this tree one maximum 138 years old. This tree. This one, huh? Yes. Collection from India. Sir, come here inside. മറ്റേ കാര്യസ്ഥന് കഴിഞ്ഞു. ഇനി ഇവൻ്റെ പിന്നാലെ അങ്ങനെ പോകണം. ഇവർ നായൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ട് പോവാം. ഇവിടെ ആരോ എന്തോന്നിങ്ങനെ തുടക്കുന്നുണ്ട് നല്ലോണം. ഇതിൻ്റെ ഉള്ളിൽ അധികം വർത്തമാനം പറയാൻ പറ്റില്ല. Monks look them not many problems. This pagoda name, Aung San Suu 9 Planet Pagoda. Huh? Aung San Suu 9 Planet Pagoda. Pagoda. 9 planet. Planet Pagoda. ഇത് മരിച്ചവരെ അടക്കം ചെയ്ത ഭാഗങ്ങളാണ് ഈ ഭാഗം. മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും. ഇതിൻ്റെ ഇവിടെ വേറൊരു കെട്ടിടമുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് പ്രതിമകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, ഒക്കെ അങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഉണ്ടല്ലേ, കുറേ അനുയായികളും പിന്നെ ബുദ്ധനാണ് കാണുന്നത്. Our Chinese means no father, no mother. Also is a very oldest temple, first one. First, this O-ring building, 1749, first one. Wooden, no? Yeah, O-ring temple, but this is collection from Burma, Myanmar, from Indian people. Ashoka.
ബർമ വുഡ് Yeah, Myanmar. This temple is named Agamadakyan. Agamadakyan. അഗാമദക്കൻ. Yeah, is a study 1749. അപ്പോൾ അവന് പരിപാടി കഴിഞ്ഞേക്കുന്നു. ഇനി നമ്മൾ അവന് ചെറിയ ട്രിപ്പ് കൊടുത്തിട്ട് ഇവിടുന്ന് പുറത്ത് കിടക്കുകയാണ്. ഈ ഗേറ്റിൽ കൂടി തന്നെ മടങ്ങി വരണം. ഇപ്പം നമ്മൾ ചെരുപ്പിട്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ അങ്ങാടി, ഈ ഒരു ഭാഗം. ഇപ്പം സമയം 5:15. നമ്മൾ കോക്സ് ബസാറിൽ നിന്ന് നേരെ ഇന്ത്യൻ്റെ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലേക്ക് പോവാണ്. ഇവിടുന്ന് 6 മണിക്കാണ് നമ്മളുടെ ബസ്സുള്ളത്. അപ്പോൾ ബസ്സിൻ്റെ അങ്ങോട്ടേക്ക് ഒരു റിക്ഷയിൽ പോകണം. നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 15 മിനിറ്റോളം ഓടണം അവിടെ എത്താൻ. ഇതാണ് നമ്മളുടെ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബസ് കയറുന്ന സ്ഥലം. ഇവിടെയാണ് ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുള്ളത്. ടൗണിൽ നിന്ന് കുറച്ചങ്ങോട്ടേക്ക് പോന്നിട്ടാണ് ഇതുള്ളത്. നമ്മളത് സ്ലീപ്പിംഗ് ബസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ലീപ്പിംഗ് ബസ്. ഞാൻ ഫസ്റ്റ് സ്ലീപ്പിംഗ് ബസ്സിൽ കയറിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്ന് പഞ്ചാബിലേക്കാണ്. അപ്പോൾ 6 മണിക്കാണ് നമ്മളുടെ ബസ് പുറപ്പെടും. ഇവിടുന്ന് ഒരാൾക്ക് 2200 രൂപയാണ് പറഞ്ഞത്, ജയ്ഷൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. പക്ഷേ 2000 രൂപയ്ക്ക് ഒരു ഡിസ്കൗണ്ട് വന്നിട്ട് 2000 രൂപക്കാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഏകദേശം പോകുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പുള്ളും ബസ് തുറക്കുള്ളൂ. അപ്പോഴുള്ളും നമുക്കിതിൽ കയറാൻ പറ്റുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഇവിടെ. ലഗേജ് കൊടുക്കണം. ലഗേജ് ബസ്സിൻ്റെ അടിഭാഗത്താണ് വെക്കുക. ഞാൻ സിംഗിൾ സീറ്റാണ് എൻ്റെ ഉള്ളത്. ഇതാണ് നമ്മളുടെ ബസ്, കണ്ടില്ലേ? നല്ല ഹൈറ്റൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ ഈ ഒരു ബസ്സിൽ നമ്മൾ കയറിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കെൻ്റെ ബസ്സിൻ്റെ ഉൾഭാഗം ഒന്ന് കാണാം. ഇത് ഡബിൾ ബെഡുള്ള ഒന്നാണ്. ലൈറ്റൊക്കെ ഓഫാക്കിയിരിക്കുന്നത്. ഇതും വേറൊന്നാണ്. ഇതിങ്ങനെ നീളത്തിലങ്ങനെ കംപ്ലീറ്റ് കർട്ടനൊക്കെ വെച്ചിരിക്കുന്നത്. അങ്ങ് ഒരുപാട് സീറ്റുകളുണ്ട്. ഇതിൽ നല്ല നീളമുള്ള ബസ്സാണ്, കണ്ടില്ലേ? ഇതൊക്കെ അതിൽ പെട്ടാണ്. ഇൻ്റേത് സിംഗിളാണുള്ളത്. ഇതാണ് വേറൊന്നാണിത്. വേസ്റ്റ് ബക്കറ്റൊക്കെ ഉണ്ട്. ഇത് കോണി കയറാറുള്ളത്. അത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഇൻ്റേത്. ഇങ്ങനെ കടന്ന് സിംഗിളാണ് സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ പോകണം. അതിൻ്റെ നേരെ മറ്റേ ഭാഗം കംപ്ലീറ്റ് ഡബിള്, ഒരു ഭാഗം കംപ്ലീറ്റ് സിംഗിൾ. ഡ്രൈവറിൻ്റെ ഭാഗം കംപ്ലീറ്റ് ഡബിൾ ബെഡ്, മറ്റേ ഭാഗം കംപ്ലീറ്റ് സിംഗിൾ ബെഡ്. അങ്ങനെയാണ് ഇതുള്ളത്. പിന്നെ ഇടയ്ക്കൊരു പാസേജ് ഇങ്ങനെ നീളത്തിലും. 6 മണിക്ക് തന്നെ ബസ്സൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട്. സെപ്പറേറ്റ് വേണം ലൈറ്റ് ഓണാക്കാം. AC കൂട്ടുന്നുണ്ട്. ഇപ്പം സമയം പുലർച്ചെ 2:50. ഈ യാത്രയിൽ ബസ്സുകളെല്ലാവരും നിർത്തുന്നൊരു സ്ഥലമുണ്ട്. അതായത് ഇവർക്ക് ഡ്രൈവർമാർക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഫ്രീ ആയിട്ടാണ് ഭക്ഷണം. പിന്നെ പാസഞ്ചേഴ്സിന് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, ഒന്ന് മൂത്രം കഴിക്കണമെങ്കിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ സ്ഥലത്തിൻ്റെ പേരൊന്നും കാണാനില്ല. കാരണം ഒരു സ്ഥലത്തും ഇംഗ്ലീഷിലൊരു ഒരു ലെറ്റർ വരെ ഇല്ല. കംപ്ലീറ്റ് ബംഗ്ലാ ഭാഷയിലുള്ളത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കടയാണ്. അപ്പോൾ കടയിലൊന്ന് ഞാൻ ജസ്റ്റ് കയറിയതാണ്. ഒന്ന് ബാത്റൂമിൽ പോയിട്ടൊന്ന് മൂത്രം കഴിക്കണം. ഇതൊക്കെ ഇവിടുത്തെ ഈ റെസ്റ്റോറൻ്റാണിത്. അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു 2:50 ഇപ്പോൾ ഒന്നും കഴിച്ചാൽ പോരാ. അവിടുന്ന് കഴിച്ച് കയറി വന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഉൾഭാഗം. പലരും കഴിക്കുന്നുണ്ട്. ബംഗ്ലാദേശുകാരെ മുട്ടായികളും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇപ്പം സമയം 8:05. ഞാൻ നേരത്തെ തന്നെ എണീച്ചിരിക്കുന്നത്. ഞാൻ അല്ലെങ്കിലും യാത്രയിലും വീട്ടിലൊക്കെ നേരത്തെ എണീക്കുന്ന ആളാണ്. പക്ഷെ ഒന്ന് സൂര്യപ്രകാശം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിന്നാണ്. പുറത്ത് കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. ഇതാണ് എൻ്റെ സീറ്റ് A4. ഇത് കാല് വെക്കുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പം ഞാനിവിടെ ഇരുന്നിട്ട് ഇനി റോട്ടിലെ കാഴ്ചകളൊക്കെയാണ് ഇരുന്ന് ഇരിക്കുകയാണ്. കാരണം എനിക്ക് പകലായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടക്കാൻ എന്നെ
എൻ്റെ അജണ്ടയിലുള്ളതല്ല. പിന്നെ നമുക്ക് ഇരുന്നിട്ട് ഇവിടുത്തെ ഈ റോഡ് സൈഡിലെ കാഴ്ചകൾ അങ്ങനെ കണ്ട് അങ്ങനെ പോവാം. വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്ലിയർ കുറവുണ്ട്, കാരണം ഗ്ലാസും അത്ര ക്ലിയർ ഇല്ല, പിന്നെ പുറത്തും അത്ര ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ കിടക്കുന്ന ബസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്ര. പക്ഷേ പകലായി കഴിഞ്ഞാൽ പിന്നെ കാല് നീട്ടിയിരിക്കലാണ് അതിൽ സുഖം. ഇനി പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് നേരം നിർത്തും. അപ്പോൾ ഡ്രൈവറും കിളിയുണ്ട്, അതുവരെ അടുത്തോണ്ട് ചോദിച്ചിട്ട് ഫ്രണ്ടിലിരിക്കണം. ഇവിടെയൊക്കെ പിന്നെ ഉന്തുവണ്ടിക്കാർ കച്ചവടക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകൾ അങ്ങനെ കണ്ടു പോവാം. പല സംഭവങ്ങളുണ്ട്. കൂടുതലും മീൻ കച്ചവടക്കാരുള്ളത്. രാവിലെ ആയതുകൊണ്ട് എല്ലാ കച്ചവടക്കാരും മാർക്കറ്റിൽ ഇത് പിന്നെ റോഡ് സൈഡിലുള്ള സംഭവമാണ്. ഉണ്ടല്ലേ, ഉന്തുവണ്ടികളുണ്ട്. ഇത് മീൻ നേരാക്കണി കാണുന്നുണ്ടല്ലേ, വലിയൊരു കത്തി ഇങ്ങനെ കുത്തന വെച്ചിട്ടുണ്ടല്ലേ. ഇത് വേറൊരു മോഡൽ ഇതാണ്. നമ്മുടെ നാട്ടിലെ പിന്നെ വലിയ കത്തി ഉണ്ടല്ലോ, വലിയ കത്തിനെ കുത്തന വെച്ചിട്ട് അതിൽ മുറിക്കുകയാണ് മീനൊക്കെ. ഇവിടെ ഒന്നും ഐസ് കാണല്ല, ഒക്കെ മീനൊക്കെ ഇങ്ങനെ പടപടക്കുന്ന മീനാണ്. വെള്ളത്തിലിങ്ങനെ ചാടി കളിക്കുന്നതാണ് മീനുകളൊക്കെ. ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നല്ല രസമാണ്. ബിൽഡിങ്ങിൽ കൂടുതലും പരസ്യം വെച്ച് കാണാം നമുക്ക്. അതിന് വരുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പിന്നെ ബിൽഡിങ് അങ്ങനെ കണ്ടിരിക്കുന്നത് ഇതുണ്ടല്ലേ, ഇത് പരസ്യമാണ്. പെയിൻ്റ് അടിച്ചിട്ടില്ല, അവരെ പെയിൻ്റ് കൊണ്ട് ഇങ്ങനെ ആക്കിക്കാണ്. ഓരോ ഫ്ലോറും എൻ്റെ മുകളിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിരിക്കുന്നത്. അത് പൊതുവെ ബംഗ്ലാദേശിൽ അധിക സ്ഥലത്തുമുണ്ട്. ഇതൊക്കെ മീനുകളാണ് കംപ്ലീറ്റ്. ഒന്നിലും ഐസ് ഇട്ട് ഞാൻ കാണുന്നില്ല ഇവിടെ എവിടെയും. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ പോകാം. ഈ മീൻ ഓരോന്നിങ്ങനെ പാത്രത്തിലിങ്ങനെ ചാടിക്കളിക്കണല്ലേ, ഫ്രഷ് മീനാണ്. ഐശ്വരൊറ്റ നിന്നിട്ടില്ല. എൻ്റെ ഫേവറേറ്റ് ഭക്ഷണം ഫിഷാണ്. അത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. ഡെയിലി വീട്ടിൽ ഫിഷ് കഴിക്കും. ഇതുണ്ടല്ലേ, ഒക്കെ ചാടിക്കളിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് മീൻ കഴിച്ചാലോ എന്നൊക്കെ ഒരു പൂതിയുണ്ട്, പക്ഷേ നടക്കൂല. ഇപ്പോൾ ബസ് ഇവിടെ ഇങ്ങനെ സ്ലോലങ്ങനെ പോവാണ്. കണ്ടമാനാണ്. ഇത് കംപ്ലീറ്റ് മീനാണ്. ഏതായാലും ബംഗ്ലാദേശിൽ വന്നിട്ട് മുതലാക്കുന്നുണ്ട്. അതൊക്കെ ചാടി കളിക്കുന്നുണ്ട് മീൻ. അടിപൊളിയാണ്. എല്ലാവരും ഇന്ന് ബംഗ്ലാദേശ് ഒന്ന് പോകണം. ഇതാണ് പത്മ നദി. ഇതിൻ്റെ മുകളിലൂടെ ബസ് പോകുന്നുണ്ട്. ഇതിൻ്റെ താഴെ തട്ടുകൂടി ട്രെയിനാണ് പോകുന്നത്. അപ്പം ഞാൻ ഡ്രൈവർ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് 6 കിലോമീറ്ററാണ്. ഇതിൻ്റെ മുകളിലൂടെ ബസ് പോകും, ഇതിൻ്റെ താഴെ കൂടെ ട്രെയിൻ പോകും. അതാണ് പത്മ. ഈ പാലത്തിന് പത്മാപാലം എന്നാണ് പറയുക. 18 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഇതൊന്ന് ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഇപ്പം നമ്മൾ ബസ് പോകുന്ന ലെവൽ ഇതിൻ്റെ താഴെ തട്ടുകൂടിയാണ് ട്രെയിന് പോകുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് സെപ്പറേറ്റ് പോകും. പിന്നെ നമ്മളെ ഈ റോഡ് വേറെ പോകും. അതായത് ട്രെയിനിന് പോകാനും വാഹനങ്ങൾക്ക് പോകാനും ഉള്ള പാലം ഒരൊറ്റ പാലാണ്. ഒരൊറ്റ ഫൗണ്ടേഷൻ മതി. അങ്ങനെ അതിനുള്ളൊരു സൗകര്യം ഉള്ളത്. അടിപൊളിയാണ്. ഏതായാലും ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ചക്കർ. ഇദ്ദേഹം ക്ലീനറാണ്. ഇദ്ദേഹമാണ് ഡ്രൈവർ. വളരെ ചെറിയ പയ്യനാണ് ഡ്രൈവർ.
ഇത് നിർമ്മിച്ചത് ചൈനയിലെ മേജർ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആയിരുന്നു. ഈ പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 26 നവംബർ 2014 അങ്ങനെ നിർമ്മാണം അവസാനിച്ചത് 23 ജൂൺ 2022 അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനാണ് ഇത് ഉദ്ഘാടനം കഴിച്ചത്. 2022 ജൂൺ 25 രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം. ഏകദേശം ഒരു ദിവസം ശരാശരി 15,000-ലധികം വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ടാണ് ഈ പാലം വകുപ്പിൻ്റെ ഡാറ്റാ വിശകലനം ഉള്ളത്. ഫസ്റ്റ് കൊല്ലത്തിൽ തന്നെ ഏകദേശം 800 കോടിയാണ് ഇതിന്ന് പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത്. ഏകദേശം 3.6 ബില്യൺ ഡോളറാണ് ഇതിന് ചെലവായിട്ടുള്ളത്. ഈ പാലം തുടങ്ങുന്നത് മുൻഷിഗഞ്ചിലെ ലൗഹാജാങ് എന്ന് പറഞ്ഞ അവിടുന്ന്, പിന്നെ ശരിയാത്പൂരിലെ സാസിറ എന്ന് പറഞ്ഞ ഭാഗത്തും, പിന്നെ മദാരിപൂരിലെ ഷിബ്ചാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗത്തും കൂടിയാണ്, അതിൽ കൂടിയാണ് ഈ പാലം ബന്ധിപ്പിച്ചിട്ടുള്ളത്. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു നിർമ്മാണ പദ്ധതിയായിരുന്നു ഈ പാലം. ഇത് ഇപ്പോൾ സെപ്പറേറ്റായി. ഇത് പോകുന്ന റോഡ്, അത് അവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന റോഡ്, ഇതിൻ്റെ ഇടയിലൂടെ ആ ട്രെയിനിൻ്റെ ആ ഒരു ഇതാണ് പോകുന്നുണ്ടല്ലേ. ഈ ട്രെയിനാണ് നേരത്തെ നമ്മുടെ ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോയിരുന്നത്. ഇപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് അയക്കുന്നത്. ഇപ്പം നമ്മൾ സാധാ ലെവലിലേക്ക് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഒരു അടിപൊളി സംഭവമാണിത്. ഇവിടുത്തെ ഒരു ഫേമസ് പാലാണിത്, പത്മ ബ്രിഡ്ജ്, പത്മ നദി. ബംഗ്ലാദേശിൻ്റെ വിമോചനത്തിന് ശേഷം ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഷെയ്ഖ് മുജീബ് റഹ്മാൻ. അദ്ദേഹം ഈ പത്മ നദിക്ക് കുറുകെ ഒരു പാലം പണിയെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നിട്ട് ഈ പദ്ധതി നടപ്പാക്കിയില്ലായിരുന്നു. അങ്ങനെ 1998 സെപ്റ്റംബറിലാണ് ഈ പദ്ധതി രാജ്യത്തിൻ്റെ തലസ്ഥാനവും തെക്കും പടിഞ്ഞാറും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പാലം ഉണ്ടാക്കാമെന്നുള്ള തീരുമാനമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റോഡ് ലെവലിൽ സാധാ ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇന്നെ ചിലപ്പോൾ മുന്നിൽ നിന്ന് മാറ്റി എൻ്റെ പഴയ സ്ഥലത്തേക്ക് തന്നെ ഞാൻ പോകുന്നതായിരിക്കും. ഇപ്പോൾ സമയം 8:30 മണിയായിരിക്കുന്നത്. നമ്മളെ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പിന്നെ ആളുകൾക്ക് മൂത്രം ഒഴിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയും ചെയ്യും ഇപ്പം തന്നെ. ഇപ്പോൾ രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാനൊരു പൊറാട്ടയും അതിൻ്റെ മുകളിലൊരു കോഴിമുട്ടയും, അങ്ങനെയാണ് ഇവിടുത്തെ. അല്ലാണ്ട് നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊന്നുമില്ല ഇവിടെ. അപ്പോൾ അത് കഴിച്ച് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പോകും നിൽക്കുന്നത്. ഫ്രണ്ടിൽ നിന്ന് വന്നപ്പോൾ നമ്മളെ സീറ്റിൽ അങ്ങനെ കാല് നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കുറേ കൃഷിത്തോട്ടങ്ങളുണ്ട്, വാഴത്തോട്ടങ്ങളുണ്ട്, ഒന്നും വലിയ ക്ലിയർ ഇല്ല. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോകാം. ഇനിയും കുറേ ഓടാണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒരു 14.5 മണിക്കൂർ അയക്കുന്നു വണ്ടി ഓടൽ തുടങ്ങിയിട്ട്. ഇന്നലെ രാത്രി വൈകുന്നേരം 6 മണിക്ക് തുടങ്ങിയ ഓട്ടമാണ്. ഇത് ചെമ്മരിയാടുകൾ, ഇതൊരു പെട്രോൾ പമ്പാണ്. ഇതുണ്ടല്ലോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പരസ്യം. ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. 2 കാര്യമാണിത്. ഇത് ഇവിടുത്തെ വേറൊരു വാഹനമാണ്. അതിൽ കുറേ ആൾക്കാർക്ക് പോവാം. കൽക്കട്ടയിലും ഉണ്ട് ആ ഒരു സംഭവം. കൽക്കട്ടൻ്റെ ഒക്കെ ഏകദേശം ഒരു കോലം തന്നെയാണ് ബംഗ്ലാദേശും ഉള്ളത്.
എവിടെ നോക്കിയാലും മീൻ കച്ചവടം, അതുമല്ല ഒക്കെ വെള്ളത്തിലാണ് ഉള്ളത്. ഒരു ഫ്രഷ് മോഡലിൽ അങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. ഈ യാത്രയിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചോ, കൂടുതൽ ഭാഗവും വെള്ളമാണുള്ളത്. ബംഗ്ലാദേശിൻ്റെ ഒരു പ്രത്യേകത അതുതന്നെയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ഞാൻ മുമ്പൊരു ബോട്ടിൻ്റെ യാത്ര നടത്തിയിരുന്ന ഓർമ്മ ഉണ്ടോ? ബോട്ടിനായിട്ടൊരു സ്റ്റാൻഡൊക്കെ ഉള്ള, അങ്ങനെ ഇഷ്ടംപോലെ വെള്ളമുള്ളൊരു നാടാണ്. അതേപോലെ ഒരു മീനും നല്ലോണം കഴിക്കുന്ന നാടാണ്. ഇവർക്കൊന്നും അസുഖമൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. കാര്യമായിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ കുറവാണ്. ധാക്കയിലൊക്കെ ഞാൻ കണ്ടത്, ആകെ ഒരൊറ്റ ഹോസ്പിറ്റലാണ് കണ്ടിട്ടുള്ളത്. പാവങ്ങളാണ് ഇവർ. ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുപോവുകയാണ്. ഇപ്പം 17 മണിക്കൂറായി ഓട്ടം തുടങ്ങിയിട്ട്. നമ്മുടെ ചക്കരമ്മക്ക് സിഗ്നൽ നിൽക്കുന്ന ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് സംഭവം എത്തുന്നുള്ളത്. അപ്പോൾ അതിന് റെഡിയായി നിൽക്കുകയാണ്. ഇതാണ് ജയ്ഷോർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടുന്ന് ഇനിയൊരു 38 കിലോമീറ്റർ ഓടണം നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഇപ്പോൾ സമയം 11:30 മണിയിരിക്കുന്നു. ഈ ബസ് ഇതുവരെയും വരും. ഇനി ഇവിടുന്ന് നമ്മൾ വേറൊരു ബസ്സിന് കയറണം. ഒരു 150 രൂപ വേറെ വരും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ. ഇതുപോലത്തെ ഒരു ബൈക്കിൻ്റെ മുകളിൽ അവൻ്റെ RC ബുക്കാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പം ഞാനിവിടുന്ന് ബസ് കയറിയിട്ടുണ്ട്. 150 ധാക്കയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചാർജർ വാങ്ങിയിട്ടുള്ളത്. ഏകദേശം 38 കിലോമീറ്ററാണ് ബേനാപോളിലേക്കുള്ളത്, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിലേക്ക്. ഇപ്പോൾ ബേനാപോളിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ബസ് സ്റ്റാൻഡാണിത്. ഇനി ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോകുന്ന ഭാഗങ്ങളുടെ ഇവിടെ ഇനി കുറച്ച് ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ടാക്സ് അടക്കലും പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് സീലടിക്കലും ഒക്കെ ഇനി ഇവിടെ കുറച്ച് കലാപരിപാടികളുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് കയറിയ ബസ് ഇപ്പോൾ സമയം 1:15 അയക്കുന്നു. 1.25 മണിക്കൂർ എടുത്തിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണം. ഇതാണ് കിലോമീറ്റർ. ഇത് ഇവിടുന്ന് ജയ്ഷോറിലേക്ക് ഞാൻ കയറിയ അവിടേക്കുള്ള ദൂരമാണ്. ഇവിടുന്ന് ധാക്കയിലേക്ക് 210 കിലോമീറ്റർ ഉള്ളത്. ഇവിടുന്ന് കൽക്കട്ടയ്ക്ക് 85 കിലോമീറ്റർ, ഡൽഹിക്ക് 1541 കിലോമീറ്റർ ഉള്ളത്. ഇവിടുന്ന് സ്വല്പം ഉണ്ട്. ഇനി നടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിലും എത്തും. ഇനി ആ ബോർഡറിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ജസ്റ്റ് ഒരു വേലിയിട്ടിട്ടുണ്ട് ഇവിടെ. ഇനി ഈ ഒരു ഭാഗം അങ്ങോട്ട് കടന്ന് പിന്നെ അവിടുന്ന് ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കാണാം. ചില സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അപ്പം നമുക്ക് അവിടെ ഞാൻ വീഡിയോ എടുക്കുന്നതല്ല. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൻ്റെ എമിഗ്രേഷൻ ഭാഗത്താണ്. ഈ ഒരു ബാങ്കിൽ നമ്മൾ 1000 ധാക്ക ടാക്സ് കെട്ടണം. അത് ബംഗ്ലാദേശുകാർ കെട്ടണം, ഇന്ത്യക്കാരും കെട്ടണം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യക്ക് കടക്കാൻ ബംഗ്ലാദേശ് ഗവൺമെൻറ് മേടിക്കുന്ന കാശാണ്. അതിനിങ്ങനത്തെ ഒരു റെസീറ്റ് വരും. 1000 എഴുതിയിട്ടുള്ള ഒന്നുണ്ട്. പിന്നെ ഇതേപോലെ വേറൊരു റെസീറ്റ് അതുണ്ട്. അതിന് പുറമെ ഈ ഒരു 3 ഉണ്ട്. ഇതും കൂടി കിട്ടിയെങ്കിലും നമ്മൾ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിക്കുക അവർ. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ അവിടുന്ന് എക്സിറ്റൊക്കെ അടിച്ച് പാസ്പോർട്ടിൽ ഇപ്പോൾ ഇന്ത്യൻ്റെ ഭാഗത്ത് നിൽക്കുകയാണ്. ഇന്ത്യൻ്റെ എമിഗ്രേഷന് വേണ്ടിയിട്ട് ഇവിടെ വരി നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് ബംഗ്ലാദേശിൽ. അങ്ങ് ആ കാണുന്നതാണ് ബംഗ്ലാദേശ്. ഇത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ്, ഈ ഒരു ഭാഗം. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യ ബംഗ്ലാദേശ് നിൽക്കുന്ന ഒരു ഭാഗം. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഭാഗത്താണുള്ളത്. ആ കാണുന്ന ഭാഗം ഇന്ത്യ. ഈ പച്ച കാണുന്ന ഇതാണ് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ്. ഇതിങ്ങനെ ഒരു ഗാലറി ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഇതൊരു റോഡാണ്. ഇത് ഇന്ത്യൻ്റെ ഭാഗത്ത്. ഇത് ഇൻ്റർനാഷണൽ പാസഞ്ചർ ടെർമിനലുള്ളത്. ഇവിടെ ബംഗ്ലാദേശിൻ്റെ കസ്റ്റംസിൻ്റെ ഏരിയ ഭാഗമാണ് ഈ ഒരു ഭാഗം. ഈ ഒരു ഗേറ്റ് കടന്ന് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ ഇത് വണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് വണ്ടി. കണ്ടല്ലോ, ഇത് വലിയൊരു ലോറി ഈ ഒരു ഗേറ്റ് കടന്നിട്ട് ഇത് ബംഗ്ലാദേശിൻ്റെ ഗേറ്റ് കടന്ന് ഇനി ഇന്ത്യയും ബംഗ്ലാദേശും കൂടിയിട്ടുള്ളൊരു ഭാഗത്താണ് ഈ ഒരു കുറഞ്ഞൊരു ഏരിയ ഉള്ളത്. അവിടെ ഇന്ത്യക്ക് ഇരിക്കാനൊരു ഗാലറി ഉണ്ട്, ബംഗ്ലാദേശിൻ്റെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗാലറി ഉണ്ട്. ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. അങ്ങനെ ഇതാണ് ഒരു ഗാലറി ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് ഇരിക്കാനുള്ളത്. ഇതിലെ അങ്ങനെ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ്റെ ബോർഡറാണ് ഇപ്പോൾ അങ്ങോട്ട് കിടക്കുന്നത്. ഈ വരി നിൽക്കുന്നവരൊക്കെ ഇന്ത്യൻ്റെ എമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട്
ഞാനിവിടെ ഈ ഗ്യാലറീൻ്റെ അവിടെ വന്നിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്, നല്ല വെയിലുണ്ട്. ഇതാണ് ഒരു ഗേറ്റ്, ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടക്കാനുള്ള ഗേറ്റാണ് ഈ ഗേറ്റ്. ഇതുണ്ടല്ലോ അത്യാവശ്യം വരിയുള്ളത്. ഈ ഒരു കൊടി വെച്ച ഇന്ത്യൻ്റെ കൊടിയുള്ള ഭാഗമാണ്. ഇവിടെയാണ് ഇന്ത്യൻ്റെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഭാഗം. ഇവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിൻ്റെ എമിഗ്രേഷൻ എക്സിറ്റ് സീൽ അടിച്ച് കഴിഞ്ഞ ശേഷമുള്ള നമ്മൾ ഇവിടേക്ക് എത്തുക. ഇതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഗ്യാലറിയിൽ ഞാൻ ഇരിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വാഹനങ്ങളൊക്കെ പോകുന്ന കാണാം. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നിങ്ങനെ കാണാം. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ ഗ്യാലറിയിലാണ് ഇരിക്കുന്നത്. ഇനി അത്യാവശ്യം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. അന്ന് പോയ സമയത്ത് രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഇത് ഉച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ് ഉള്ളത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കടന്ന് അവിടുന്ന് പിന്നെ കൽക്കട്ടയ്ക്ക് പോകേണ്ടതാണ്. ഇവിടെ കുറേ റൂൾസും റെഗുലേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോൾ സമയം 3:15. ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ എമിഗ്രേഷൻ സീലൊക്കെ അടിച്ച് കഴിഞ്ഞ ശേഷം ഇവിടെ എത്തിയിട്ടുണ്ട്. 3 മണിക്കൂറാണ് ഇവിടെ തെക്ക് സമയം ആയിട്ടുള്ളത്. ഇത് പുതിയ എമിഗ്രേഷൻ ഓഫീസ് ഇന്ത്യൻ്റെ ഉണ്ടാക്കുകയാണ്. നല്ല അടിപൊളി ബിൽഡിംഗാണ്. ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്ത്യൻ്റെ ഭാഗത്ത് എത്തിക്കുന്നത്. ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പെട്രാപോൾ എന്നാണ് പറയുക, ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് ബേനാപോൾ എന്നാണ് പറയുക. ഇനി ഇവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് പോകണം. ഇവിടുന്ന് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ടേക്ക് ഒരു 6 കിലോമീറ്റർ ദൂരമുള്ള. അവിടുന്ന് പിന്നെ കൽക്കട്ടയിലേക്ക് എത്തണം. കൽക്കട്ടയിലേക്കല്ല പോകേണ്ടത്, കൽക്കട്ടൻ്റെ മുമ്പ് വേറെ സ്റ്റേഷനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് പോകുന്ന റോഡാണ്. ഇതിലാണ് വാഹനങ്ങളൊക്കെ പോകൽ, ഈ റൂട്ട് കൂടി. അങ്ങനെ ദൂരെ കാണുന്ന ആ ഭാഗമാണ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ കിടക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ബംഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്, അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ ഷെയറിങ് ഓട്ടോ ആണ് ഇവിടുന്ന് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഇനി പുതിയ എമിഗ്രേഷൻ ഓഫീസ്. ഇപ്പോൾ ഉള്ളത് ആകെ ഒരു കഞ്ചസ്റ്റഡ് ഏരിയയിലാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് അടുത്ത ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ ഫുള്ളായിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ബംഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ബംഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സീൽദ എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ട്. പിന്നെ ഏകദേശം 100 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്. പിന്നെ ബൈ റോഡ് പോവുകയാണെങ്കിൽ 3 മണിക്കൂറിൻ്റെ സമയമെടുക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 രൂപയാണ് ഒരാളോട് ഷെയറിങ് വാങ്ങുന്നത്. ബംഗോൺ ടൗണാണ് ഈ കാണുന്നത്. സീൽദ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അവിടേക്കാണ് ഞാൻ ഇപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നത്. ഇതാണ് ബംഗോൺ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ ട്രെയിനിൽ എത്തിക്കുന്ന ട്രെയിനിൽ കയറി ഒരു പാട്ട് കിടക്കുന്നുണ്ട്, അതൊക്കെ കേട്ട് നമുക്ക് അങ്ങനെ പോവാം. ഇപ്പോൾ സമയം 5:25. അപ്പോൾ നമ്മൾ സീൽദ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേഷൻ്റെ പുറത്തെത്തിക്കുന്നത്. ഇനി ഞാൻ സിലിഗുരിയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അവിടേക്കുള്ള ബസ്സിന് വേണ്ടിയിട്ട് ഒരു ടാക്സി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബംഗ്ലാദേശ് എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.